വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സൂം പ്ലാറ്റ്ഫോമിൽ, പ്രത്യേക കൂട്ടായ്മയിൽ, വിശേഷിച്ച ദൈവവചന പഠനത്തോടും ദൈവവചന ധ്യാനത്തോടുമുള്ള ബന്ധത്തിൽ ഈ യോഗം ലീഡ് ചെയ്യുന്ന ബഹുമാന്യ കർത്തൃദാസൻ, കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഒരുമിച്ച് ഈ കൂട്ടായ്മയിൽ നമുക്കായി തീരുവാൻ ദൈവമൊരുക്കിയ അവസരത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധാനമായിരിക്കാം. ഞാൻ സമയം ഒട്ടും തന്നെ കളയാതെ 2 വേദവാക്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ട് സംസാരിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. വളരെ പരിചയമുള്ള എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11 തുടങ്ങി 13 വരെയും, യൂദായുടെ ലേഖനം 11-ാം വാക്യവും, ഈ 2 വേദഭാഗങ്ങൾ ഒന്ന് ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കണം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11 തുടങ്ങി 13 വരെയും, യൂദായുടെ ലേഖനം 11-ാം വാക്യവും ശബ്ദമുയർത്തി ഒന്ന് വായിക്കും. എഫേഷ്യൻസ് 4 അത് 11 തുടങ്ങി 13 വരെ. 4-ന്റെ 11 തുടങ്ങി 13 വരെ. ഓക്കെ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. ഇനി യൂദ 11. അവർക്ക് അയ്യോ കഷ്ടം! അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല നിമിഷത്തിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ഈ സമയത്ത് വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന്, വിവിധ സ്ഥലങ്ങളിലിരുന്ന് തിരുമുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവം ഞങ്ങളുടെ മേൽ കടാക്ഷിക്കണമേ. വിശുദ്ധ വചനത്തിൻ്റെ സത്യങ്ങൾ ഞങ്ങളുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് പകർന്നു തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അരുതാത്തതൊന്നും പറയാൻ ദൈവം അനുവദിക്കരുത്. പറയേണ്ടതൊന്നും മറച്ചു വെക്കാനും ദൈവം സമ്മതിക്കരുത്. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ എല്ലാവരെയും ശക്തീകരിക്കണം. ഞങ്ങളെ ഒരിക്കൽ കൂടി ഹൃദയംഗമായി താഴ്ത്തും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോട് കേട്ട് ഉത്തരമരണം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആമേൻ. സ്തോത്രം. നാം 2 ലേഖന ഭാഗങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ന് ദൈവവചനം പഠിക്കാനും ധ്യാനിക്കാനുമായി സമയം വേർതിരിക്കുന്നു. ഒന്ന് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11 തുടങ്ങി 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു കിട്ടും. 2 യൂദായുടെ ലേഖനം 11-ാം വാക്യവും വായിച്ചു. ഈ പ്രത്യേകിച്ച് ലേഖനം വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ വേറിട്ട് നിൽക്കുന്ന ഒരു മുഖമുണ്ട് ലേഖനത്തിൽ. നമ്മുടെ വിശുദ്ധ ബൈബിളിനെ 2ആയി തിരിച്ചു പഠിക്കുകയാണ്. നമ്മുടെ ഈ കിട്ടിയിരിക്കുന്നത് തന്നെ 2ആയി തിരിച്ചാണ് ഒന്നായി ബൈബിളിനെ കൈ കിട്ടിയിരിക്കുന്നത്. ഒന്ന് ഉൽപ്പത്തി പുസ്തകം മുതൽ മലാഖി വരെ പഴയ നിയമ പുസ്തകമെന്നും, മത്തായി സുവിശേഷം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പുതിയ നിയമമെന്നും 2ആയി തിരിച്ചിരിക്കുകയാണ്. അതിൽ വിശേഷിച്ച് പുതിയ നിയമത്തിൽ മാത്രമാണ് ലേഖനങ്ങൾ എന്ന പരാമർശം കാണപ്പെടുന്നത്. പഴയ നിയമത്തിൽ ലേഖനങ്ങളില്ല. അതുകൊണ്ട് പഴയ നിയമത്തിന് പ്രാധാന്യമില്ലെന്നല്ല പറയുന്നത്. പുതിയ നിയമത്തിൽ മാത്രം കാണുന്ന ഒന്നാണ് ലേഖനങ്ങൾ. ലേഖനം എന്നാൽ എന്ത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഉത്തരമായി നമ്മൾ സാധാരണ പറയുന്ന ഒന്നുണ്ട്. കത്തുകളാണ് ലേഖനങ്ങൾ.
ഒന്നും കൂടെ ചോദിച്ചാൽ വീണ്ടും നമ്മൾ പറയും, അപ്പോസ്തലന്മാര് വിവിധ സമയങ്ങളിൽ വിവിധ സഭകൾക്ക് എഴുതി അയച്ച കത്തുകളാണ് ലേഖനങ്ങൾ എന്ന് പറയും. എന്നാൽ ലേഖനം എന്നാൽ എന്തെന്നുള്ള ചോദ്യത്തിന് വിശുദ്ധ ബൈബിളിൽ യേശുക്രിസ്തു ദൈവവചനം എന്തെങ്കിലും ഊന്നലായി പറയുന്നുണ്ടോ എന്ന് ഒരിക്കലെങ്കിലും പരിശോധിച്ചറിയാൻ നമുക്ക് മനസ്സുവെക്കാം. ലേഖനത്തെക്കുറിച്ച് എന്താണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്? ഞാന് ഒരു കാര്യം തുടക്കത്തിലേ പറയുകയാണ്, ശ്രദ്ധിക്കണം. യേശു തൻ്റെ ഐഹിക ശുശ്രൂഷയിൽ തന്നെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ പറയാനിരുന്നതാണ് ലേഖനം. ഒന്നും കൂടെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, യേശു തൻ്റെ ഐഹിക ശുശ്രൂഷയിൽ ഭൂമിയിൽ വെച്ച് തന്നെ പറയാനിരുന്നതാണ് ലേഖനം. പക്ഷേ പറഞ്ഞില്ല. അത് വ്യക്തമാക്കുന്ന വേദശകലങ്ങൾ ഉണ്ട്. ആ തെളിവ് ഞാൻ പിന്നത്തേത് തരാം. എന്തുകൊണ്ട് പറഞ്ഞില്ല? പറയാൻ ഒരുങ്ങിയിട്ടും പറയാതെ എന്തുകൊണ്ട് വിട്ടു? തിരുവെഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഉപമ യേശു കർത്താവിന്റെ കാലത്ത് യേശു പറഞ്ഞത് കാര്യങ്ങൾ ഗൗരവമായി തിരിച്ച് അറിയാൻ വേണ്ടിയായി. പക്ഷെ ഉപമ പറഞ്ഞിട്ട് പോലും തന്നെ അനുഗമിച്ച, താൻ വേർതിരിച്ച ശിഷ്യന്മാർക്ക് പോലും ഉപമകളിൽ പലതും പിടികിട്ടിയില്ല എന്ന് ബൈബിൾ വായിക്കുന്നവർക്ക് വ്യക്തമായി മനസ്സിലാവും. അതിനൊരു തെളിവ് ഞാൻ തരാം. യേശു വിധകാരന്റെ ഉപമ പറയും. ആ ഉപമ പറയുമ്പോൾ പുരുഷാരത്തിന്റെ മുൻപിലാ പറയുമ്പോൾ ശിഷ്യന്മാരും അവിടെയുണ്ട്. പക്ഷെ ആ കൂട്ടായ്മയ്ക്ക് ശേഷം ശിഷ്യന്മാരും യേശുവും തനിച്ച് യാത്ര ചെയ്യുമ്പോൾ ചോദിക്കുകയാണ്, ഗുരു, അങ്ങ് പറഞ്ഞ വിധകാരന്റെ ഉപമ എന്താണ്? എന്താണ് ഈ വയല്? എന്താണ് ഈ മനുഷ്യപുത്രൻ ആരാണ് എന്ന് ശിഷ്യന്മാർ ചോദിക്കുകയാണ്. ഉപമ പറഞ്ഞിട്ട് പോലും അതിന്റെ ആഴം മനസ്സിലാക്കാത്ത ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, വിധകാരൻ മനുഷ്യപുത്രൻ, വയല് ലോകം, വിത്ത് രാജ്യത്തിന്റെ സുവിശേഷം. ഇങ്ങനെ ശിഷ്യന്മാർക്ക് പോലും ഉപമ അറിയാൻ പറ്റാതെ പോയ, ഡയറക്റ്റ് ഐഹിക ശുശ്രൂഷയിൽ സംസാരിച്ച ഉപമ അറിയാതെ പോയപ്പോ യേശുക്രിസ്തു വ്യക്തമായി പറയുകയാണ്, ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് ലേഖനം പറയണമെന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കത് വഹിക്കാൻ കഴിയില്ല. അതെവിടാ പറഞ്ഞിരിക്കുന്നത്? ഒന്ന് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7 മുതൽ 13 വരെ വായിക്കണം. 12ഉം 13ഉം സസൂക്ഷ്മം ശ്രദ്ധിക്കണം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7 മുതൽ 13 വരെയും 12ഉം 13ഉം ശ്രദ്ധിച്ച് വായിക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായകൊണ്ട് പാപത്തെക്കുറിച്ച് ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ച് ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ ഇനിയും വളരെ നിങ്ങളോട് പറയുവാനുണ്ട്. എന്നാൽ നിങ്ങൾ 12-ാം വാക്യം മുതൽ ശ്രദ്ധിച്ചോണം, അടയാളപ്പെടുത്തി വെച്ചോണം, എഴുതി വെച്ചോണം. കർത്താവ് പറയാണ്, ഇനിയും വളരെ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. അടുത്തത്, എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിക്കുവാൻ കഴിയുകയില്ല. കണ്ടോ? ആ വാക്യം അടയാളപ്പെടുത്തിക്കോ. നിങ്ങൾക്കിപ്പോൾ വഹിക്കാൻ കഴിയില്ല. ഐഹിക ശുശ്രൂഷയിൽ ഉപമകളിൽ കൂടെ പറഞ്ഞത് പോലും ശിഷ്യന്മാർക്ക് പലതും പിടികിട്ടാഞ്ഞത് കൊണ്ട് കർത്താവ് പറയാണ്, ഈ ജനത്തോട് വളരെ കാര്യം എനിക്ക് പറയാനുണ്ട്. അത് ലേഖനത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. പക്ഷേ ഈ നിലവാരത്തിൽ നിങ്ങൾക്ക് വഹിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് അവർക്ക് വഹിക്കാൻ കഴിയാതെ പോയത്, മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്? അതാണ് 13-ാം വാക്യത്തിൽ പറയുന്നത്. 13-ാം വാക്യം കൂടെ വായിക്കാം. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എന്ന് വെച്ചാൽ യേശു ഈ 16-ാം അധ്യായത്തിലെ കാര്യം അവതരിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിത്യമായി വസിക്കാൻ ഭൂമിയിൽ ആരുടെ മേലും വന്നിരുന്നില്ല. എന്ന് വെച്ചാൽ സഭ
ഭൂമിയിൽ സ്ഥാപിച്ചിട്ടില്ല. അനാദികാലം മുമ്പേ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്ന സഭ അങ്ങനെ തന്നെ അവിടെ മറഞ്ഞിരിക്കുമ്പോൾ സഭ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനെ പകർന്നുകൊണ്ടാണ്. അങ്ങനെ സഭ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പേ, അഥവാ പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പേ യേശു പറഞ്ഞ പല കാര്യങ്ങളും വഹിക്കാൻ കഴിഞ്ഞില്ല. ഉദാഹരണം പറഞ്ഞതുപോലും പിടികിട്ടാത്ത ശിഷ്യന്മാരോട് കർത്താവ് പറയാ, ഏറെ പറയാനുണ്ട്, പക്ഷേ ആത്മാവ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് വഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ തുടക്കത്തില് പറയുകയാണ്, ലേഖനം മനസ്സിലാക്കണമെങ്കിൽ ബുദ്ധി കൊണ്ട് ഒരിക്കലും ഭൗതിക ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അകത്ത് പരിശുദ്ധാത്മാവുള്ള ആത്മസ്നാനം പ്രാപിച്ച ഒരാൾക്ക് മാത്രമേ പരിശുദ്ധാത്മാവുമായിട്ട് മനുഷ്യാത്മാവിൽ എപ്പോഴും സംസാരം നടത്തുന്ന, ആത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു ആൾക്ക് മാത്രമേ ലേഖനത്തിന്റെ ആഴമേറിയ പൊരുൾ തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ളൂ. ആമേൻ. അഥവാ ഞാനീ പറയുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ വിവരിച്ചു പറയാം. എപ്പോഴെങ്കിലും ആത്മസ്നാനം പ്രാപിച്ചെന്ന് പറഞ്ഞ് യോഗങ്ങളിൽ അന്യഭാഷ മാത്രം പറഞ്ഞു നടക്കുന്ന ഗ്രൂപ്പിനും ലേഖനത്തിന്റെ ആഴമേറിയ വ്യാഖ്യാനം പിടികിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അന്യഭാഷ ഏറെ പറയുന്ന പലർക്കും ഈ പുസ്തകത്തിന്റെ വേർപാടിന്റെയും വിശുദ്ധിയുടെയും ദൈവത്തിന്റെ പദ്ധതിയുടെ ദൈവിക ജീവിതത്തിന്റെ ആഴം ഗ്രഹിക്കാൻ കുറച്ചു കൂട്ടർക്ക് ഭൂമിയിൽ കഴിയാതെ പോകുന്നത് കേവലം പാട്ടിന്റെ അറ്റത്ത് മാത്രം അന്യഭാഷ പറയാനും ശബ്ദം ഉയർത്തി ബഹളം വെക്കാനും മാത്രമാണ് പരിശുദ്ധാത്മാവെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടർക്ക് ലേഖനം മുൻപോട്ട് വെക്കുന്ന വിശുദ്ധ ജീവിതമോ വേർപാടോ അതിന്റെ ആഴമോ ഗ്രഹിക്കാൻ കഴിയാതെ കേവലം യോഗങ്ങളിൽ ഒച്ചയും ബഹളവും മാത്രം വെക്കുന്നതാണ് പെന്തിക്കോസ്ത് എന്ന് ഒരു ചിന്ത നമ്മുടെ ഇടയിൽ നല്ലൊരു ശതമാനം ആളുകളുടെ തലമണ്ടയ്ക്കകത്ത് കയറിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മ നിയോഗത്തിൽ വചനത്തിന്റെ സത്യസന്ധമായ നിലപാടിൽ നിന്നുകൊണ്ട് ഞാൻ അതിനെ വ്യക്തമായി ബോധ്യപ്പെടുത്തി തരുന്നു. ശബ്ദമില്ലെന്നല്ല, അന്യഭാഷയില്ലെന്നല്ല, സാക്ഷാൽ പൊരുൾ തിരിച്ചറിയാതെ എന്തെല്ലാം ശബ്ദമുയർത്തിയാലും എന്തെല്ലാം കൈയടിച്ച് നാം തുള്ളിയാലും സത്യം നാം അറിയുന്നില്ലെങ്കിൽ, സത്യത്തിന്റെ സ്വാതന്ത്ര്യം നാം പ്രാപിക്കുന്നില്ലെങ്കിൽ നാം നടത്തുന്ന ഭൗതിക പ്രകടനങ്ങളെല്ലാം ദൈവവും പാകെ വെറും വട്ടപൂജ്യം മാർക്ക് മാത്രമാണ് ഉണ്ടാകുന്നത്. ആകയാൽ പ്രാരംഭ നിമിഷത്തിൽ തന്നെ പരിശുദ്ധാത്മ നിയോഗത്തിൽ ഞാൻ ഈ ദൈവവചന പഠനത്തിലും ആത്മനിയോഗത്തിലും പറയട്ടെ, നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിനാലുള്ള തിരിച്ചറിവാണ്. വേദപുസ്തകം പഠിക്കുമ്പോഴും തന്നെയും ഒരു പിടി ബുദ്ധിയുടെ വാരിവിതറല്ല ജനങ്ങൾ ഏറ്റെടുക്കേണ്ടത്. പരിശുദ്ധാത്മാവ് നമ്മെ ഗ്രഹിപ്പിക്കുന്ന ഈടുറ്റ ഘനമേറിയ ഉറപ്പുള്ള നീക്കമില്ലാത്ത സത്യങ്ങളുണ്ട്. ആ സത്യങ്ങളാണ് ദൈവമക്കൾ ഗ്രഹിക്കേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. ഐഹിക ശുശ്രൂഷയിൽ നിന്നുകൊണ്ട് തന്നെ ഒത്തിരി കാര്യം പറയണമെന്നുണ്ട്. കർത്താവ് പറയാ, പക്ഷെ പറയത്തില്ല, വഹിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അത് ലേഖനത്തെക്കുറിച്ചാണ് വ്യക്തമായി പറയുന്നത്. ഞാന് അതിന്റെ പൊരുൾ ഒന്നും കൂടെ തിരിച്ചു തരിക ഒരു ഉദാഹരണത്തിൽ കൂടെ പറയാം. നമ്മുടെ ചർച്ചിൽ നാം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചർച്ചിന്റെ വാതിൽ വഴി ഒരു വഴിയാണെന്ന് വെക്കട്ടെ, യാത്രക്കാര് പോകുന്ന വഴി. അതിലെ ഒരു ഇറുകിപ്പിടിച്ച വസ്ത്രയും മാന്യമല്ലാത്തൊരു ഡ്രസ്സ് ധരിച്ചൊരു പെൺകുട്ടി പോവുകയാണെങ്കിൽ നമ്മൾ സഭയ്ക്കകത്തിരിക്കുന്നവരോട് പറയുന്ന പോലെ പുറത്തോട്ടിറങ്ങി ചെന്ന ആ പെൺകുട്ടിയോട് പറയാ, മോളെ, നീ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് അടി മേടിക്കും, നീ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് യാത്ര ചെയ്യരുതെന്ന് റോട്ടിക്കൂടെ പോകുന്ന ഒരു പെൺകുട്ടിയോട് സഭയിൽ പറയുന്ന പോലെ പറഞ്ഞാൽ അവൾ നമ്മളെ തിരിച്ചടിക്കാനോ കേസ് കൊടുക്കാനോ ചീത്ത വിളിക്കാനോ സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? അവിടെ അകത്ത് പരിശുദ്ധാത്മാവില്ല. എന്നാൽ ഘനമേറിയ ശാസനയും തർജനവും വളരെ ഗൗരവമായി സഭയ്ക്കകത്തെ പറയുമ്പോൾ ജനം മിണ്ടാതെ ഇരുന്ന് ഏറ്റെടുക്കുന്നതിന്റെ കാര്യം, ഏറ്റെടുക്കാത്തവരുണ്ട്, അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഏറ്റെടുക്കുന്നതിന്റെ കാര്യം അവരുടെ അകത്തെ ഈ പറയുന്നതിനെ ആഴമായി ഗ്രഹിപ്പിക്കുന്ന
പരിശുദ്ധാത്മാവുള്ളത് കൊണ്ടാണ് നമ്മൾ അവരെ ശാസിക്കുമ്പോൾ അവർക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നത്. സഭയ്ക്കകത്ത് വന്നിട്ടും ചിലർക്ക് ശാസനയും തർജ്ജനവും ദൈവവചനത്തിന്റെ സത്യസന്ധമായ ആഴങ്ങളും ഇഷ്ടമല്ലാത്ത ഒരു കാലത്തെത്തി നിൽക്കുമ്പോൾ എന്തുകൊണ്ടത് സംഭവിക്കുന്നു ചോദിച്ചാൽ, പാട്ടിന്റെ അറ്റത്ത് മാത്രം പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുന്നു. പ്രസംഗത്തിന്റെ ഇടയിൽ പ്രസംഗകന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി കൈതട്ടി അന്യഭാഷ പറയാനും മാത്രം പ്രസംഗകരുടെ കൊഴുപ്പിന് വേണ്ടിയും പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ, ഈ സമയത്ത് പരിശുദ്ധാത്മ നിയോഗത്തോടുകൂടെ ഞാൻ പറയട്ടെ, ആത്മാവ് നമ്മുടെ മേൽ വന്നിരിക്കുന്നത് വെറുതെ കൈയടിപ്പിക്കാൻ മാത്രമല്ല, അന്യഭാഷ പറയിക്കാൻ മാത്രമല്ല, അവൻ നമ്മെ സകല സത്യത്തിലും നടത്താനാണ് ആത്മാവ് വന്നിരിക്കുന്നത്. സകല സത്യത്തിലും നടക്കാത്തവന്റെ അന്യഭാഷ, സകല സത്യത്തിലും നടക്കാത്തവന്റെ തുള്ളൽ എന്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്റെ ദൈവം ആഗ്രഹിക്കുന്നത് ആത്മാവിനെ അനുസരിച്ച് സകല സത്യത്തിലും നടക്കുന്നവരെയാണ് ഈ തലമുറയിൽ ദൈവത്തിന് ആവശ്യം. അതുകൊണ്ട് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഈ സമയം വേർതിരിച്ചിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മ നിയോഗത്തിൽ വചനത്തിന്റെ യാഥാർത്ഥ്യം വിളിച്ചു പറയുകയാണ്. നമുക്ക് വേണ്ടത് ആത്മാവിനെ അനുസരിച്ച് നടക്കേണ്ട ഒരനുഭവമാണ്. എങ്കിൽ മാത്രമേ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ലേഖനം വേറിട്ട് നിൽക്കുന്ന മുഖമാണ്. ഇനി ഞാൻ ലേഖനത്തെക്കുറിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ വാക്യത്തിലേക്ക് ഓടി വരാം. സമയത്തിന് പരിമിതികളുണ്ടല്ലോ. ലേഖനത്തെക്കുറിച്ച് ഒരു കാര്യം കൂടെ പറയാം. എന്താണ് ലേഖനത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ലേഖനം പൗലോസിന്റെ അല്ല, യൂദായുടെ അല്ല, യാക്കോബിന്റെ അല്ല, സ്തോത്രം, പത്രോസിന്റെ അല്ല, യോഹന്നാന്റെ അല്ല. നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ പൗലോസ് എഴുതിയ ലേഖനം എന്ന് എഴുതിയിട്ടുണ്ട്, യൂദാ എഴുതിയ ലേഖനം എന്ന് എഴുതിയിട്ടുണ്ട്, യാക്കോബ് എഴുതിയ ലേഖനം എന്ന് എഴുതിയിട്ടുണ്ട്, യോഹന്നാൻ എഴുതിയ ലേഖനം എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇവർ എഴുതിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ലേഖനം അവരുടേതാണെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. പൗലോസിന്റെയും യാക്കോബിന്റെയും ഒന്നുമല്ല ലേഖനം. ലേഖനം പിന്നെ ആരുടേതാണെന്ന് വേദപുസ്തകം അടിവരയിട്ട് തെളിയിക്കുന്ന രണ്ട് തെളിവുകൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് തീമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് ശബ്ദം ഉയർത്തി വായിക്കാം. ആരുടെയാണ് ലേഖനം? ഇവര് വെറും എഴുത്തുകാർ മാത്രമാണോ? ലേഖനം ആരുടേതാണ്? 1 തീമോത്തിയോസ് 1:1 വായിക്കാം. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെയും നമ്മുടെ പ്രത്യാശയായ ക്രിസ്തുവേശുവിന്റെയും കൽപ്പന പ്രകാരം ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിന് എഴുതുന്നത്. എത്ര ക്ലിയർ ആണ്! പൗലോസ് പറയുക ഇങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തിമോത്തിയോസിനെ കുറിച്ച് എനിക്ക് ഓർമ്മ വന്നു. എന്നാൽ ഞാൻ അവനൊരു കത്ത് എഴുതിയേക്കാം. കുറെ നാളായില്ലോ തിമോത്തിയോസിനെ കണ്ടിട്ട്, വിശേഷങ്ങൾ തിരക്കിയേക്കാം, എന്തുണ്ട് എന്ന് ചോദിച്ചിട്ട് അവിടെയും സുഖമായിരിക്കുന്നു, ഇവിടെയും സുഖം തന്നെ എന്ന് നമ്മൾ പണ്ട് ഇല്ലൻ്റെയിൽ എഴുതുന്ന കത്ത് പോലെ എഴുതിയതല്ല. ഇവിടെ ക്ലിയറായി പൗലോസ് തുടക്കത്തിലെ പറയുക, യേശുക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരം എഴുതുന്നു. എഴുതിയത് പൗലോസ് ആണെങ്കിലും കൽപ്പിച്ചത് യേശുക്രിസ്തുവാണെന്ന് വളരെ വ്യക്തമായി തിമോത്തിയോസിന്റെ 1-ാം അധ്യായത്തിൽ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ കിടക്കുകയാണ്. അതാണ് യേശു യോഹന്നാന്റെ സുവിശേഷം 16:12 പറഞ്ഞ, ഇനി വളരെ പറയാനുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് വഹിക്കാൻ കഴിയാത്തതുകൊണ്ട് പറയുന്നില്ല, എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ പറയും, സത്യത്തിൽ നടത്തും എന്ന് പറയുമ്പോൾ ആ സത്യം വെളിപ്പെടുത്തുന്നത് അപ്പോസ്തലന്മാരുടെ പരിശുദ്ധാത്മാവ് കർത്താവ് കൽപ്പിച്ചു കൊടുക്കുന്നതാണ്. പരിശുദ്ധാത്മാവിൽ നിന്ന് അവർ കേട്ടെഴുതിയത്. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി രണ്ടാമത് 703-ലധികം തെളിവുകൾ ഒറ്റ വാക്യ ഭാഗങ്ങളിൽ നിന്ന് പറയാം. 2 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായം 14 മുതൽ 18 വരെ. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 14 മുതൽ 18 വരെ. 2 കൊരിന്ത്യർ 6:14 മുതൽ 18 വരെ തെറ്റിക്കാതെ വായിക്കണം. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. നീതിക്കും ഒന്നും കൂടെ ശ്രദ്ധിച്ചു വായിച്ചു. തെറ്റിച്ചാ വായിച്ചു. ഒന്നും കൂടെ ശ്രദ്ധിച്ചു വായിച്ചു. നിങ്ങൾ അവിശ്വാസികളോട് ഇണയല്ല പിണ കൂടരുത്. ഇണയില്ലാ പിണയല്ല, ഇണ അല്ലാ പിണ.
അത് ദൈവദാസിയുടെ കുറ്റമല്ല. നമ്മുടെ പാസ്റ്റർമാര് വരെ ഈ വാക്യം പറയുന്നത് തെറ്റിച്ച ഇണയില്ലാ പിണെന്ന്. അത് നമ്മുടെ തലയ്ക്കകത്ത് കിടക്കുകയാണ്. ഞാന് അത് തിരുത്താൻ വേണ്ടിയാണ് അത് ഗൗരവമായി പറഞ്ഞ വാക്യം തെറ്റാൻ പാടില്ലല്ലോ. നിങ്ങൾ അവിശ്വാസികളോടെ ഇണ അല്ലാ പിണ കൂടരുതേ. ഇനി താഴോട്ട് വായിച്ചു. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച? വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ? ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? എന്ത് പൊരുത്തം? അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി? ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ഒന്ന് നിർത്തണേ. അവിടെ അവസാനം പൗലോസ് പറയുന്ന ഒരു വേർഡ് കണ്ടോ? നാം ദൈവത്തിന്റെ ജീവനുള്ള ആലയം അല്ലോ. അവിടെ പൗലോസും കൂടെ ദൈവസഭയുടെ ഭാഗമായി എന്നാ പറഞ്ഞത്. നാം ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ എന്ന് പറഞ്ഞിട്ട് അടുത്ത വേർഡ് പറഞ്ഞത് കേട്ടോ, ഞാൻ അവരുടെ നടുവിൽ അവരിൽ വസിക്കും. ഞാനെന്ന് പറഞ്ഞ പൗലോസ് അല്ല, കർത്താവാണെന്ന് വ്യക്തമാണ് ആ വാക്യത്തിൽ. ലേഖനം സംസാരിക്കുന്ന കർത്താവാണെന്നുള്ള തെളിവാണ് ഈ വാക്യങ്ങൾ. ഞാൻ അവരുടെ മധ്യേ വസിക്കുകയും. അടുത്തത് അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ പൗലോസ് നടക്കുന്ന കാര്യമല്ല പറഞ്ഞത്, കർത്താവ് ഡയറക്റ്റ് സംസാരിക്കുന്ന ലേഖനം. അതുകൊണ്ടാണ് ഞാനെന്ന പ്രയോഗം വന്നിരിക്കണം. ഞാനെന്ന പൗലോസ് അല്ല. പൗലോസ് ജീവനുള്ള സഭയുടെ ഭാഗമായി നിന്നിട്ട്, ക്രിസ്തു ശരീരത്തിന്റെ ഭാഗമായി നിന്നിട്ട് പറയാണ്, ഞാൻ അവരുടെ നടുവിൽ വസിക്കും. ഡയറക്റ്റ് ലേഖനം കർത്താവിന്റെ ആണെന്ന് തെളിവാണ്. ഞാൻ അവരുടെ മധ്യേ നടക്കുകയും. അടുത്തത് ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നു. അടുത്തത് അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്നും പുറപ്പെട്ട് വേർപെട്ടിരിക്കുവീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായത് ഒന്നും തൊടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. കണ്ടോ? സർവശക്തനായ കർത്താവ്. നോട്ട് ചെയ്ത് പഠിക്കാൻ 3 കാര്യം അവിടെ കിടക്കണം. 1 ദൈവം അരുളി ചെയ്യും, 2 കർത്താവ് അരുളി ചെയ്യും, 3 സർവശക്തനായ കർത്താവ് അരുളി ചെയ്യും. അപ്പൊ ലേഖനം മനുഷ്യന്റെ അല്ല, ഇവരെഴുത്തുകാർ മാത്രമാണ്. പറഞ്ഞു കൊടുത്തത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന് കൊടുത്തത് കർത്താവാണ്. ആമേൻ. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ലേഖനത്തെ കുറിച്ചാണ് കർത്താവ് യോഹന്നാൻ 16 പറഞ്ഞത്, എനിക്ക് വളരെ പറയാനുണ്ട്, എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് വഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തൂ എന്ന് പറയുമ്പോൾ, സകല സത്യത്തിലും സഭ വഴി നടക്കേണ്ടതിനെ, നമ്മൾ വഴി നടക്കേണ്ടതിനെ അപ്പോസ്തലന്മാർക്ക് കർത്താവ് പറഞ്ഞു കൊടുക്കുന്നതാണ് ലേഖനം എന്ന് പറയുന്നത്. അപ്പോ ലേഖനം എന്നാൽ എന്തെന്ന് ഒരു നല്ല പഠനം പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ അവിടെ കട്ട് ചെയ്തിട്ട് കൂടുതലായി പറയാതെ, നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഭാഗം ലേഖനത്തെ കുറിച്ച് ഏകദേശം കിട്ടിയത് കൊണ്ട് ഞാൻ അവിടെ നിന്നും പോവുകയാണ്. ഇനി നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞല്ലോ, ഇത് പൗലോസിന്റെ ലേഖനമല്ല, യൂദായുടെ ലേഖനവുമല്ല. എഫേസ്യ ലേഖനം എഴുതിയത് പൗലോസിന്റെ വിരലുകളാണ്. യൂദായുടെ ലേഖനം എഴുതിയത് യൂദായുടെ വിരലുകളാണ്. അവർ മേടിച്ച പേനയും പേപ്പറും ഒക്കെ ഉപയോഗിച്ചെങ്കിലും ഇത് പറഞ്ഞു കൊടുത്തത് കർത്താവാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ആ ചിന്താഗതിയിൽ ലേഖനത്തോട് അടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും പരിചയമുള്ള 2 ഭാഗങ്ങളാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ഇവിടെ പഠനത്തിനായും ധ്യാനത്തിനായും ദൈവാലോചനയ്ക്കായി തന്നത്. 1 എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം മുതൽ 13 വരെയാണ്. 11-ാം വാക്യത്തിൽ യേശു ക്രിസ്തു തന്റെ തിരുശരീരമാകുന്ന സഭയെ ശുശ്രൂഷിക്കാനായി 5 അപ്പോയിന്റ്മെന്റിന് ശുശ്രൂഷകരെ ആക്കി വെച്ചിരിക്കുക. 4 ആണെന്ന് പഠിപ്പിക്കുന്നവരുമുണ്ട്, തെറ്റല്ല. 5 ആണെന്ന് പഠിപ്പിക്കുന്നവരുമുണ്ട്, 2 തെറ്റല്ല. രണ്ടും ശരി തന്നെയാണ്. ഒരു കൂട്ടർ പഠിപ്പിക്കുന്നത് ഇടയനെ ഏൽപ്പിച്ച ദൗത്യമാണ് ഉപദേശമെന്ന് മാത്രം പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അതൊന്നും തെറ്റാണെന്ന് പറയുന്നില്ല. ഇടയനും ഉപദേശിക്കാൻ
അധികാരം ദൈവം കൊടുത്തിട്ടുണ്ട്. ഇടയനാണ് പ്രധാനമായും ഉപദേശിക്കേണ്ടത്. പക്ഷേ ഇടയന് മാത്രമല്ല ഉപദേശിക്കാൻ ദൈവം അവകാശം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 5 അപ്പോയിന്റ്മെന്റഡ് ശുശ്രൂഷകൾ ദൈവസഭയ്ക്ക് ദൈവം കൊടുത്തിട്ടുണ്ട് എന്ന് 4:11 വ്യക്തമാണ്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, അവൻ ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകരായി, ചിലരെ ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. തിരുശരീരത്തിന്റെ സഭയുടെ വളർച്ചയ്ക്കായി, നിത്യതയിലെത്താനായി, നിത്യതയിലെത്തുന്നതിന് മുമ്പേ ഒരുക്കി ക്രമീകരിക്കാനായി 5 പേരെ, 5 വിധ ശുശ്രൂഷകളെ ദൈവം നിയമിച്ചിരിക്കുകയാണ്. ഞാന് ഇത് വായിക്കുമ്പോൾ വളരെ വിഷമത്തോടെ, ഹൃദയവേദനയോടാണ് ഞാൻ ഈ വാക്യം എന്നോട് കർത്താവ് സംസാരിച്ചപ്പോൾ ഞാൻ കർത്താവിൽ നിന്ന് കേട്ട് പഠിച്ചത്. ഈ 5 ശുശ്രൂഷകരും ഇന്നുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഈ 5 ശുശ്രൂഷകരെ കൊണ്ട് ഇന്ന് ഗുണമൊന്നും സഭയ്ക്കുണ്ടാകുന്നില്ലെന്ന് തന്നെ ഉറപ്പിച്ചു പറയാം. അപ്പോസ്തലന്മാരെന്ന് പറയുന്ന ആളുകൾ ഇന്നുമുണ്ട്. പക്ഷെ അപ്പോസ്തോലിക ശുശ്രൂഷയുടെ ആഴം സഭയ്ക്ക് പ്രയോജനമാകുന്നില്ലെന്ന്. 2, പ്രവാചകന്മാരുണ്ട്. പക്ഷെ യഥാർത്ഥ പ്രവാചകന്മാരുടെ ശുശ്രൂഷയ്ക്ക് ഇന്നൊരു വിലയില്ല. ഒറിജിനൽ അപ്പോസ്തലനെ ആർക്കും വേണ്ട, ഒറിജിനൽ പ്രവാചകനെ ആർക്കും വേണ്ട. 3, സുവിശേഷകന്മാരുണ്ട്. ഒറിജിനൽ സുവിശേഷകരെ ആർക്കും വേണ്ട. സ്വത്രം. അടുത്തത് ഇടയന്മാർ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ ഇടയന്മാർക്കും ഇടയ ശുശ്രൂഷ പൂർണ്ണതയിൽ ചെയ്യാൻ കഴിയുന്നില്ല. അടുത്തത് ഉപദേഷ്ടാക്കന്മാരുണ്ട്. ഉപദേഷ്ടാക്കന്മാരും ആളും തരവും നോക്കി ഉപദേശിക്കുന്ന ഒരു കാലത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ 5 ശുശ്രൂഷകൾ ഉണ്ടായിട്ടും സഭയ്ക്ക് പ്രയോജനമാകാതെ ഈ 5 ശുശ്രൂഷകളെ പരിമിതപ്പെടുത്തി നിർത്തിയിരിക്കുന്നത്? സഭ എന്തുകൊണ്ട് ജയത്തിലേക്ക് അപ്പൊ ഞാനിതിനെ 2 തിരിച്ചു പറഞ്ഞാലേ ഇതിന്റെ ആഴം മനസ്സിലല്ലേ. സാധാരണ കുറെ പ്രവാചകന്മാര് പറയുന്ന പോലെ സഭയ്ക്ക് ബന്ധനമുണ്ട്, കെട്ടുണ്ട്, പോരാട്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന രീതി നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. കുറച്ചു പേര് അംഗീകരിക്കുന്നു. എന്താണ് ഈ നമുക്ക് 2 കൂട്ടർക്കും കുഴപ്പം പറ്റുന്നുണ്ട്. അത് ഞാൻ തിരുത്തി പറയാം. അംഗീകരിക്കുന്നവർക്കും അംഗീകരിക്കാത്തവർക്കും കുഴപ്പമുണ്ട്. അത് ഞാനൊന്ന് തിരുത്താൻ ആഗ്രഹിക്കുക. സഭയ്ക്ക് 2 വശം. 1 ദൃശ്യസഭ, 2 അദൃശ്യ സഭ. ഞാൻ പറഞ്ഞതൊരു തെറ്റുണ്ട്. ദൃശ്യ സഭകളുണ്ട്, പക്ഷെ അദൃശ്യ സഭയേ ഉള്ളൂ. ദൃശ്യ സഭകളുണ്ടോ? കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സഭകൾ ഉണ്ട്. ദൃശ്യസഭ, കാണുന്ന മണ്ഡലത്തിൽ സഭകൾ ഒത്തിരി ഉണ്ട്. പക്ഷേ ദൈവസഭയൊന്നേ ഉള്ളൂ, അത് അദൃശ്യമാണ്. വചനത്തിൽ തെളിവുണ്ടോ? സഭകൾ എന്ന പ്രയോഗമുണ്ടോ? ഉണ്ട്. ആമേൻ. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം പെട്ടെന്നൊന്ന് വായിച്ചു. ആർക്കും ഒരു സംശയം ഉണ്ടാകരുത്. അന്ന് തെളിവായി പ്രസംഗിക്കണം, പഠിപ്പിക്കണം എന്നാണല്ലോ. ഗലാത്യർ 1:1 വായിച്ചു. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാർക്കും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്. ഗലാത്യ സഭകൾക്ക് ബഹുവചനം എഴുതി. മറ്റു പല ലേഖനങ്ങളും സഭയ്ക്ക് എഴുതി എന്ന് പറയുമ്പോൾ ഇവിടെ വേറിട്ടൊരു എഴുത്ത് വന്നിരിക്കുകയാണ്, സഭകൾക്ക്. അതിന്റെ അർത്ഥം സഭ ഒത്തിരി ഉണ്ടെന്നുള്ളതല്ല. ഭൂമിയിൽ സഭയുടെ ഭാഗങ്ങൾ പല സ്ഥലത്തായതുകൊണ്ട്, അവയവങ്ങൾ, വ്യക്തികൾ കൂടുന്ന പല സ്ഥലത്തും പല രാജ്യത്തും ആയതുകൊണ്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന കൂട്ടായ്മകളെ സഭകൾ എന്ന് വിളിക്കുമ്പോൾ ആ ഒരു പ്രയോഗമാണ്. പക്ഷെ സഭയൊന്നേ ഉള്ളൂ, ഒറ്റ ഇടയനെ ആ സഭയ്ക്കുള്ളൂ. ആ സഭയുടെ ഇടയൻ ക്രിസ്തുവാണ്. ആ സഭ അദൃശ്യമാണ്. ആ അദൃശ്യ സഭയിലേക്ക് ആളെ ചേർക്കാനാണ് ഇടയന്മാരെ കർത്താവ് ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. ഞാനിനി ആ പഠനത്തെ ഒന്നും കൂടെ ഗൗരവമാക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചത് കൊണ്ട് ഞാനത് കൈമാറി തരാൻ ആഗ്രഹിക്കുകയാണ് കർത്താവിന്റെ കൃപയിലാസ്. ഈ 5 അപ്പോയിന്റ്മെന്റഡ് ശുശ്രൂഷകളെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോസ്തലൻ ഭൂമിയിലുണ്ടായ ഒരു സംവിധാനമല്ല. അപ്പോസ്തലൻ പ്രവാചകൻ ഭൂമിയിലുണ്ടായ ഒരു സംവിധാനമല്ല. സുവിശേഷൻ ഭൂമിയിലുണ്ടായ ഒരു സംവിധാനമല്ല. ഇടയൻ ഭൂമിയിലുണ്ടായ സംവിധാനമല്ല. ഉപദേഷ്ടാവ് ഭൂമിയിലുണ്ടായതല്ല. ഈ 5ഉം സ്വർഗത്തിലുള്ളത്. 5 അപ്പോയിന്റ്മെന്റും സ്വർഗത്തിലുള്ളത് തന്നെയാണ്. ഭൂമിയിലേക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്തപ്പോൾ ബഹുത്വത്തിൽ
ലോകത്തിലെ ഭൂമിയുടെ അറ്റം വരെ ജനം ചിതറിക്കിടക്കുന്നുണ്ട്. ഭൂമിയിൽ നിന്ന് അനേകരുണ്ടെങ്കിലും സ്വർഗത്തിൽ ഇതെല്ലാം ഒരാൾ തന്നെ. തെളിവായി അപ്പോസ്തലൻ ഭൂമിയിലല്ല ആദ്യം ഉണ്ടായത്, സ്വർഗത്തിൽ. എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. ആരാണ് ഒന്നാമത്തെ അപ്പോസ്തലൻ? പെട്ടെന്ന് വായിക്കാം. എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലൻ, കേട്ടോ, യേശുവാണ് അപ്പോസ്തലനായിരുന്നു. അപ്പോസ്തലൻ എന്ന പദത്തിന്റെ അർത്ഥം അയക്കപ്പെട്ടത്. സ്വർഗത്തിൽ നിന്ന് ആദ്യം അയക്കപ്പെട്ട് വന്ന അപ്പോസ്തല പദവി യേശു തന്നെയാണ് അപ്പോസ്തലൻ. യേശു സ്വർഗത്തിൽ അപ്പോസ്തലനായി ഉള്ളത് കൊണ്ടാണ് ഭൂമിയിൽ അപ്പോസ്തലന്മാരുണ്ടായത്. അപ്പോൾ പുതിയൊരു പദ്ധതി ഇട്ടതല്ല അപ്പോസ്തോലികത്വം. അപ്പോസ്തലൻ, ഒന്നാമത്തെ അപ്പോസ്തലൻ സ്വർഗത്തിലാണ്, യേശുക്രിസ്തുവാണ്. 2, പ്രവാചകൻ. പ്രവാചകനും ഭൂമിയിൽ തുടങ്ങിയതല്ല, യേശുക്രിസ്തു പ്രവാചകനാണെന്ന് വ്യക്തമായി ധാരാളം വാക്യങ്ങളുണ്ട്. 1, യേശുവിനെ ജനനശേഷം കാണാൻ വരുന്നവർ 3 വിധ വസ്തുക്കൾ കാഴ്ചവെക്കുന്നു. പൊന്നെ, മൂരെ, കുന്തിരിക്കം. ഇവയിൽ ഒന്ന് പ്രവാചകനാ വേണ്ടി കാഴ്ചവെക്കുന്നതാണ്. 1. രണ്ടാമത്തെ തെളിവ്, ശമരിയാക്കാരത്തി സ്ത്രീ സംസാരിക്കുമ്പോൾ യോഹന്നാൻ 4-ൽ വ്യക്തമായി പറയുന്നുണ്ട്, അവനൊരു പ്രവാചകനാണ്. 2, നയീൻ പട്ടണത്തിലെ വിധവയുടെ മകൻ ഉയർത്തു കഴിയുമ്പോൾ ആ പട്ടണത്തിൽ ആളുകൾ പറയുകയാണ്, നമ്മുടെ ഇടയിൽ ഒരു വലിയ പ്രവാചകൻ എഴുന്നേറ്റിരിക്കുന്നു. യേശു ആണ് പ്രവാചകൻ. അതുകൊണ്ടാണ് ഭൂമിയിൽ പ്രവാചകന്മാരുണ്ടായത്. അപ്പോസ്തലൻ യേശുവാണ്, പ്രവാചകൻ യേശുവാണ്. ഇനി സുവിശേഷം ആരാ? സുവിശേഷം യേശുവാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. യേശു സുവിശേഷമായിരുന്നത് കൊണ്ടാണ് താഴെ സുവിശേഷകന്മാരുണ്ടായത്. ഇത് അപ്പോസ്തല വിളിയുള്ളവരും കേട്ടോണം, പ്രവാചക വിളിയുള്ളവരും കേട്ടോണം, സുവിശേഷ വിളിയുള്ളവരും കേട്ടോണം. മുകളിൽ ഇതുള്ളത് കൊണ്ടാണ് താഴെ ഇതിനെ അപ്പോയിന്റ്മെന്റ് ചെയ്തത്. അതുകൊണ്ട് മുകളിലോട്ട് നോക്കി വേണം ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ. വേറെ ആരെയും റോൾ മോഡൽ ആക്കരുത്. ഉയരത്തിലിരിക്കുന്നവൻ കൃത്യമായി താഴെ ഇറങ്ങി വന്ന് 3.5 കൊല്ലം കൊണ്ട് അപ്പോസ്തലത്വം എന്താണെന്നും പ്രവാചകൻ എന്താണെന്നും സുവിശേഷം എന്താണെന്നും വ്യക്തമായി വരച്ചു കാട്ടി തന്നു. ഇനി ഇടയനും ഭൂമിയിലല്ലാതെ ഉണ്ടായത്. 23-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു. ഇടയൻ സ്വർഗത്തിലാണ് ആദ്യം ഉണ്ടായത്. ഒരു തെളിവും കൂടെ പറയാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 24-ാമത്തെ വാക്യം ഒന്ന് ശബ്ദം ഉയർത്തി വായിക്കാം. 23-ാം സങ്കീർത്തനം നമുക്ക് കാണാതെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു വിട്ടു. 1-ാം വാക്യം, യഹോവന്റെ ഇടയനാകുന്നു. രണ്ടാമതൊരു തെളിവും കൂടെ ഇടയൻ സ്വർഗത്തിലാണെന്നുള്ളത്. യെഹെസ്കേൽ പ്രവാചകൻ 37-24 ഒന്ന് ശബ്ദം ഉയർത്തി വായിക്കാം പെട്ടെന്ന്. എന്റെ ദാസനായ ദാവീദ് അവർക്ക് 37-24 വായിച്ചു. അത് തന്നെയാ. എന്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായിരിക്കും. അവർക്ക് എല്ലാവർക്കും ഒരേ ഇടയനുണ്ടാകും. അവർ എന്റെ വിധികളിൽ നടന്ന് ആ ഇടയൻ യഹോവയായ കർത്താവാണ്. അപ്പോൾ രാജാവിന്റെ പദവിക്ക് മീതെ ഉള്ളൊരു പദവിയാണ് ഇടയൻ. ഒന്നുകൂടെ പറഞ്ഞാൽ, നരേന്ദ്രമോദി രക്ഷിക്കപ്പെട്ട നാളെ നമ്മുടെ ചർച്ച വരികയാണെങ്കിൽ പാസ്റ്റർ ചെന്ന് തൊഴിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുന്നത് ഇന്ത്യയുടെ സഭയിൽ അദ്ദേഹം പ്രധാനമന്ത്രിയല്ല. നമ്മുടെ പാസ്റ്റർമാർക്ക് പറ്റിയെന്നാണെന്നറിയോ? ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാം സ്റ്റേജിൽ കൊണ്ടുവന്ന് ആദരിച്ച് ബഹുമാനിക്കുമ്പോൾ അവരുടെ നിലവാരം ഇവരെക്കാളും താഴെയാണെന്നുള്ളത് അറിയാതാണ് ഇവർ ഈ രാഷ്ട്രീയക്കാരുമായിട്ട്. ഒറ്റ രാഷ്ട്രീയ പാർട്ടികളെ നമ്മുടെ വേദിയിൽ കയറ്റാൻ പാടില്ല. സൗകര്യമൊക്കെ ഉയരുമ്പോൾ എന്റെ അഭിപ്രായമല്ല, ഞാൻ മനസ്സിലാക്കിയതിന്റെ കാര്യം, ഇനി പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെ കൺവെൻഷൻ വേദി കൊണ്ടുവരുന്നത് ഇവരുടെ കള്ളത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കാനും ഒക്കെ വേണ്ടി ഇവർ വ്യാജം കാണിക്കുന്നത് കൊണ്ടാണ് രാഷ്ട്രീയക്കാരെ ആശ്രയിക്കേണ്ടവർ. അപ്പൊ നിങ്ങളൊരു ചോദ്യം ചോദിക്കാം,
നാളെ പാസ്റ്ററുടെ സുവിശേഷം നിമിത്തം ജയിലിൽ പോയാൽ ആരാ ഇറക്കുന്നേ? ഞാൻ എന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ സുവിശേഷം പ്രസംഗിച്ചിട്ട് ജയിലിൽ പിടിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾ ആരും ഒരു പാർട്ടിക്കാരുടെ പുറകെ പോകരുത്. ഞാൻ ജയിലിൽ എത്ര ദിവസം കിടക്കണമെന്ന് കർത്താവ് തീരുമാനിച്ചിട്ടുണ്ടോ അത്രയും ദിവസം ഞാൻ കിടക്കും. കാരണം എന്റെ ജാമ്യക്കാരൻ രാഷ്ട്രീയ പാർട്ടിക്കാരനല്ല, എന്റെ അപ്പനല്ല എന്റെ ജാമ്യക്കാരൻ. യോബ് അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, എന്റെ ജാമ്യക്കാരൻ സ്വർഗത്തിലുണ്ട്. ആ ജാമ്യക്കാരൻ എന്നെ പുറത്തിറക്കാൻ കഴിയുമോ? കഴിയുമെന്ന് പുതിയ നിയമത്തിൽ തെളിയിച്ചിട്ടുണ്ട്. പൗലോസ് ശീലാസും ചങ്ങലക്കിട്ട കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അർദ്ധരാത്രിയിൽ ആ സ്ഥലം കുലുക്കിക്കൊണ്ട് പുറത്തു കൊണ്ടുവന്ന് സുവിശേഷം ഒരു വീടിന്റെ അകത്ത് പറഞ്ഞ് അവരെ സ്നാനപ്പെടുത്താനും വിട്ടയക്കപ്പെടാനും കഴിഞ്ഞെങ്കിൽ ആ ജാമ്യക്കാരൻ മരിച്ചിട്ടില്ല. പത്രോസിനെ 44 ജേവകരുടെ കയ്യിൽ ആമത്തിലിട്ട് പൂട്ടിയത് പഴയ നിയമത്തിലല്ല, പുതിയ നിയമത്തിലാണ്. അവർ രാഷ്ട്രീയ പാർട്ടികളല്ല ആശ്രയിച്ചത്, അവർ ദൈവത്തെ ആശ്രയിച്ചപ്പോൾ കർത്താവ് തന്റെ ദൂതനെ അവിടെ അയച്ചിട്ട വിലാപ്പുറത്ത് തട്ടി. ആ ദൂതൻ കാരാഗ്രഹവാതിലുകളെ തുറന്ന് പട്ടണവാതിൽ സ്വതവേ തുറന്ന് പ്രാർത്ഥിക്കുന്ന സഭയുടെ അടുക്കലേക്ക് പത്രോസിനെ കൊണ്ടുവരാമെങ്കിൽ ആ ദൈവം മരിച്ചിട്ടില്ല, ആ പരിശുദ്ധാത്മാവ് നിർജീവമായി പോയിട്ടില്ല. ഇന്നും അത് പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഇന്ന് മതങ്ങളെ പോലെ കുറെ പ്രസ്ഥാനങ്ങൾ തുടങ്ങി അതിന്റെ നേതൃത്വത്തിൽ മത്സരിച്ച് സ്ഥാനത്തെ പാനൽ തിരിഞ്ഞു മത്സരിച്ച് പ്രസിഡന്റും സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും ഒക്കെ കളിക്കുന്നവർക്ക് അവരുടെ കള്ളപ്പണവും കള്ളത്തരവും ഒക്കെ മറയ്ക്കണമെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് കൂട്ടു നിൽക്കത്തില്ല, ദൈവം കൂട്ടു നിൽക്കത്തില്ല. അതുകൊണ്ടാണ് ഇവർ രാഷ്ട്രീയക്കാരിൽ ആശ്രയിക്കുന്നത്. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വളർന്ന ക്രിസ്തുവിൽ വളരുമ്പോൾ നമുക്ക് എന്ത് പ്രതികൂലം നേരിട്ടാലും എല്ലാത്തിന്റെ ഉത്തരവാദിത്വം വിശ്വസ്തയോടെ നിന്നാൽ, വിശുദ്ധിയിൽ നിന്നാൽ, നീതിയിൽ നിന്നാൽ നമുക്ക് വരുന്ന എല്ലാ പ്രതികൂലങ്ങളെയും മാറ്റിവിടേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ദൈവത്തിനാണ്. വേറെ ഒരു മനുഷ്യനെ അത് ഏൽപ്പിച്ചിട്ടില്ല. പ്രാർത്ഥിക്കുന്ന സഭയ്ക്കാണ് ഉത്തരവാദിത്വം. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തി വെളിപ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ തക്ക സമയത്ത് അത് വെളിപ്പെടുത്തും. ഇനി കാരാഗ്രഹത്തിലാ നമ്മുടെ മരണമെങ്കിൽ അങ്ങനെ മരിച്ചേ പറ്റൂ. യാക്കോബ് വാളുകൊണ്ട് കൊല്ലപ്പെടുമ്പോൾ ദൈവം മൗനമായിരുന്നു. കാരണം ദൈവത്തിന്റെ പദ്ധതി യാക്കോബ് രക്തസാക്ഷിയായി അങ്ങനെ മരിക്കണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അതേ ഹെരോദാവ് പത്രോസിനെ പിടിച്ചപ്പോൾ ദൈവം അടങ്ങിയിരുന്നില്ല. സഭയ്ക്ക് പ്രാർത്ഥിക്കാൻ നിയോഗം കൊടുത്തു. സഭയുടെ പ്രാർത്ഥന കേട്ടു. ആ സഭ പ്രാർത്ഥിക്കുമ്പോൾ ദൂതനെ സ്വർഗം അയച്ചു. ഇന്നും തന്റെ പ്രവർത്തികൾ മരിച്ചിട്ടില്ല. നാം മടങ്ങി വരണം. നാം മാനസാന്തരപ്പെട്ട് വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിന്നാൽ, അപ്പോസ്തലിക ഉപദേശത്തിന് വേണ്ടി നിന്നാൽ ദൈവത്തിന്റെ കരം കുറുകിയിട്ടില്ല, ദൈവത്തിന്റെ കാലം അമ്മമായി പോയിട്ടില്ല. പിന്നെ എവിടെയാണ് പറ്റിയത്? നമ്മെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയത് നമ്മുടെ അകൃത്യമാണ്, ദൈവത്തിന്റെ ബലഹീനതയല്ല. സ്വതന്ത്രം. നാം നമ്മുടെ പരാജയങ്ങളിൽ നിന്ന്, നാം നമ്മുടെ തെറ്റായ വശങ്ങൾ തിരിഞ്ഞ് ദൈവത്തിങ്കലേക്ക് വരുമ്പോൾ നിന്റെ വീടിന്റെ അകത്ത് പ്രവർത്തിക്കാൻ ദൈവം ഇറങ്ങി വരും. പല വിഷയങ്ങൾക്ക് വേണ്ടി പലരും പ്രാർത്ഥിക്കുന്നവരിൻ്റെ അകത്ത് കാണും, കർത്താവേ എന്റെ ഇന്ന വിഷയത്തിന് വേണ്ടി ദൂതനെ അയച്ച് വിടുതൽ തരണമേ, നീ പ്രവർത്തിക്കണമേ, നിന്റെ കരം നീട്ടണം എന്നൊക്കെ പ്രവർത്തിക്കും. ജീവിതത്തിൽ ദൈവഹിതമല്ലാത്ത സ്വഭാവങ്ങളും ഇടപാടുകളും ഒക്കെ വെച്ചോണ്ടിരുന്നാൽ, കുശുമ്പും കുന്നായ്മയും വഴക്കും പിണക്കും ഒക്കെ വെച്ചോണ്ട് ഇരുന്നാൽ ഒരിക്കലും നീ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം പ്രവർത്തിക്കില്ല. സ്തോത്രം. നിന്റെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ, വിശുദ്ധിയിൽ ഒരുക്കുമ്പോൾ, പ്രമാണത്തിൽ ഒരുക്കുമ്പോൾ പ്രവർത്തിക്കേണ്ട വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കും. അംബാനിയാക്കുന്നവനല്ല ദൈവം. പ്രവർത്തിക്കേണ്ട വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കും. വിടിവിക്കേണ്ട വിഷയത്തിൽ ദൈവം വിടിവിക്കും. അതിന് വേണ്ടത് നിന്റെ കുറെ ബഹളങ്ങളല്ല, ജീവിത ക്രമീകരണമാണ് വേണ്ടത്, വിശുദ്ധിയാണ് വേണ്ടത്, ദൈവ ഇഷ്ടത്തിൽ ജീവിക്കുന്നതാണ് വേണ്ടത്. അല്ലാതെ ഉച്ചയും കുത്തിക്കിടന്ന് കുറവുകളെ ഏറ്റു പറയാതെ എനിക്ക് അത് വേണം ഇത് വേണം, എനിക്ക് അനുഗ്രഹം വേണമെന്ന് പറഞ്ഞ് ഇവിടെ ബഹളം ഉണ്ടാക്കുന്ന ഒരു കൂട്ടത്തെ പോലെ നശിക്കാനല്ല, നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധി പുതുക്കി വിശുദ്ധിയിലേക്കും വേർപാടിലേക്കും വന്ന് ദൈവപ്രമാണം പ്രാപിക്കുവാനിടയാകണം. ഞാൻ ആ ഭാഗം വിടുന്നു. നിയോഗമുള്ളത് കൊണ്ട് ആത്മനിറവിൽ ചില കാര്യങ്ങൾ നിയോഗത്തിൽ സംസാരിച്ചു എന്നേ ഉള്ളൂ. ഇടയൻ കർത്താവാണ്. ഇനി ഉപദേഷ്ടാവ് ആരാണ്? ഉപദേഷ്ടാവും ഭൂമിയിൽ ഉണ്ടായതല്ല. നിക്കോദിമോസ് വ്യക്തമായി യോഹന്നാന്റെ സുവിശേഷം 3 പറയുന്നുണ്ട്, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ആ വാക്യം ഒന്ന് വായിച്ചേ. അറിയാമെങ്കിലും യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. ഭൂമി വന്നിട്ട് ഉപദേഷ്ടാവായെന്നാണോ, ഉപദേഷ്ടാവായി അവിടുന്ന് വന്നെന്നാണോ? വായിച്ചേ യോഹന്നാന്റെ സുവിശേഷം 3-ന്റെ 1. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി
നിക്കോദിമോസ് എന്നു ആ പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ആ അവൻ രാത്രിയിൽ അവന്റെ വായിച്ചോ. അടുക്കൽ വന്ന് അവനോട്, ആ റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്നും ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം നീ തന്നോടുകൂടെ ഭൂമിയിൽ ഇരുന്നെങ്കിൽ വന്നിട്ട് ഉപദേഷ്ടാവായതല്ല, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു. അപ്പോൾ 5 അപ്പോയിന്റ്മെന്റ് ഒരു ശുശ്രൂഷയും ഭൂമിയിൽ ഉണ്ടായതല്ല, സ്വർഗത്തിൽ ഉണ്ടായിരുന്നത് ഭൂമിയിൽ നമ്മെ നിയമിച്ചത്. ക്രിസ്തുവിൽ ഇത് 5ഉം ഉണ്ടായിരുന്നു. ക്രിസ്തുവിൽ ഇല്ലാത്ത ഒരു ശുശ്രൂഷയും ഭൂമിയിൽ ഒരാളെ ഏൽപ്പിച്ചിട്ടില്ല. ഇനി ശുശ്രൂഷകർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മ നിയോഗത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്കായിട്ടൊരു പുതിയ ശുശ്രൂഷയുടെ ഇറക്കുമതിയൊന്നും പുതിയ കണ്ടുപിടുത്തമൊന്നും ദൈവം ഇറക്കി വെച്ചിട്ടില്ല. തിരുസഭയെ ശുശ്രൂഷിക്കാൻ സ്വർഗത്തിലുള്ള ക്രിസ്തുവിലുള്ള 5 അപ്പോയിന്റ്മെന്റ് ആണ് നമ്മുടെ മേലേക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 5 ശുശ്രൂഷകൾ ചെയ്യുന്നവർ ഓർത്തോണം, ഈ 5നും നമ്മൾ ശ്രദ്ധിച്ചു നോക്കേണ്ടത് നമ്മുടെ കർത്താവിനെയാണ്. നമ്മുടെ കർത്താവ് ചെയ്യാത്ത ഒരു ശുശ്രൂഷയും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചെയ്തു, ഇന്നാര് ചെയ്തു, അവിടെ അത് നടന്നു, ഇവിടെ ഇത് നടന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ചെയ്യാൻ കൊതിക്കണ്ട. അവിടെ ഇവിടെ അവരും ഇവരും ചെയ്യുന്ന ശുശ്രൂഷയല്ല നമുക്ക് ചെയ്യേണ്ടത്. ഒരു അപ്പോസ്തോലിക വിളി നമുക്കുണ്ടെങ്കിൽ ആ അപ്പോസ്തലത്വം പഠിക്കേണ്ടത് ക്രിസ്തുവിൽ നിന്ന്, പൗലോസ് എന്ന് പോലുമല്ല, ക്രിസ്തുവിൽ നിന്ന് അപ്പോസ്തലത്വം പഠിക്കുന്നത്. ക്രിസ്തുവിൽ നിന്ന് അപ്പോസ്തലത്വം പഠിച്ചാലോ നമ്മൾ ആയിരിക്കുന്ന പദവിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങേണ്ടി വരും. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് മരണത്തോളവും ക്രൂശില മരണത്തോളവും തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് അപ്പോസ്തോലിക ശുശ്രൂഷ. അല്ലാതെ വില കൂടിയ ഷർട്ടും വില കൂടിയ പാൻറ്റും വലിയ കോടികൾ വിലയുള്ള വണ്ടിയും ഒക്കെ വന്ന് ഇറങ്ങി മെയിൻ കസേര നടുക്ക് ഇരിക്കുന്നവന്റെ പേരല്ല അപ്പോസ്തലൻ. സ്റ്റേജിൽ മൈക്കെടുത്തോണ്ട് അയാം അപ്പോസ്തലൻ എന്ന് പറയണമെങ്കിൽ ഒരു യഥാർത്ഥ അപ്പോസ്തലൻ അങ്ങനെ പറയാൻ പറ്റില്ല. അയാം അപ്പോസ്തലൻ എന്നൊക്കെ പറയണമെങ്കിൽ അത് അഹങ്കാരം കൊണ്ട് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. എന്നാൽ പൗലോസിനെ പോലെ ക്രിസ്തുവിൽ നിന്ന് പഠിച്ച വ്യക്തി പറയുന്ന കേട്ടോ, ദൈവത്തിന്റെ ഇഷ്ടത്താൽ ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ ഞാൻ. എത്ര ഭയത്തോടാണ് പൗലോസ് ആ പദം പറയുന്നത്. അല്ലാതെ പൗലോസ് ഒരിക്കലും പറഞ്ഞില്ല ഒരു സഭയോടും, അയാം അപ്പോസ്തലൻ, ഞാൻ പ്രാർത്ഥിച്ചാൽ മഴ പോകുമെങ്കിൽ, ഞാൻ പ്രാർത്ഥിച്ചാൽ പണമുണ്ടാകുമെങ്കിൽ, ഞാൻ പ്രാർത്ഥിച്ചാൽ വിസ വരുമെങ്കിൽ എന്നൊന്നും പൗലോസ് ഒന്നും പറഞ്ഞില്ല. പൗലോസ് ആ പദവി തന്നിലുള്ളപ്പോൾ തന്നെ താൻ പറയുകയാണ്, ദൈവ ഇഷ്ടത്താൽ ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. എത്ര ഭയത്തോടാണ് ആ പദം പറയുന്നത്. കാരണം ഇത് നമ്മുടെ മേൽ കെട്ടിവെച്ച് തന്നു തുടങ്ങിയ ഒരു പദമല്ല, അത് നമ്മുടെ ശുശ്രൂഷ കർത്താവിൽ നിന്ന് നാം പ്രാപിച്ചതാണ്. അതാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുന്നത്. വചനം മാത്രമല്ല, വചനത്തോടൊപ്പം തന്നെ ആക്കി വെച്ചിരിക്കുന്ന പദവിയും കർത്താവിൽ നിന്നാണ്. നീ ഒരു സുവിശേഷം അറിയിക്കുന്ന ആളാണെങ്കിൽ നീ എപ്പോഴും ഓർക്കണം, സുവിശേഷകൻ നോക്കേണ്ട സുവിശേഷം യേശുവിനെയാണ്. സ്തോത്രം. യേശുവിൽ നിന്ന് വേണം അത് പഠിക്കാൻ, സുവിശേഷം പഠിക്കാൻ. ജീവനെ കൊടുക്കുന്നവന് മാത്രമേ ജീവനെ നേടാൻ പറ്റത്തുള്ളൂ. പ്രാണനെ കളയുന്നവന് മാത്രമേ പ്രാണനെ നേടാൻ പറ്റത്തുള്ളൂ. വായി കൊണ്ട് വാചകമടിക്കുന്നതല്ല ഈ ശുശ്രൂഷകളൊന്നും. ക്രിസ്തുവിൽ നിന്ന് പകർത്തിയെടുക്കേണ്ട, ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ചെടുക്കേണ്ടത്. ഇതെന്തുകൊണ്ടാണ് ഇവരെയൊക്കെ ദൈവം ആക്കി വെച്ചിട്ടും ഇന്ന് ഇത് വെളിപ്പെടാത്തെന്ന് ചോദിച്ചാൽ, ഇന്ന് പലരും റോൾ മോഡ് ആക്കുന്നത് വ്യക്തികളെയാണ്. ബെന്നിഗിനെ പോലാകാൻ, റെയ്നാഡ് ബൊങ്കയെ പോലാകാൻ, സുരേഷ് ബാബുവിനെ പോലാകാൻ, അങ്ങനെ പലരെയും റോൾ മോഡലാക്കുകയാണ്. നമ്മൾ ഭൂമിയിൽ ആരെയും റോൾ മോഡൽ ആക്കരുത്. യേശു ക്രിസ്തു എന്ന അപ്പോസ്തലനെ നോക്കണം, യേശു ക്രിസ്തു എന്ന പ്രവാചകനെ നോക്കി പഠിക്കണം, യേശു ക്രിസ്തു എന്ന സുവിശേഷത്തെ നോക്കി പഠിക്കണം, യേശു ക്രിസ്തു എന്ന ഇടയനെ നോക്കി പഠിക്കണം, യേശു ക്രിസ്തു എന്ന ഉപദേഷ്ടാവിനെ നോക്കി പഠിക്കണം. അവിടെ നിന്ന് പഠിച്ചാൽ വീഴ്ച വരാത്ത അതിശക്തമായ ആത്മാവിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഘട്ടം നമ്മളിലേക്ക് ദൈവം അവനെ മടക്കി തരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇങ്ങനെ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ വിശ്വസിക്കുന്നു, ആദ്യ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ ചെയ്ത അതേ ശുശ്രൂഷ, ആദ്യ നൂറ്റാണ്ടിൽ പ്രവാചകന്മാർ നടത്തിയ അതേ പ്രവചനങ്ങൾ, ആദ്യ നൂറ്റാണ്ടിൽ സുവിശേഷകർ നടത്തിയ അതേ സുവിശേഷത്തിന്റെ ശക്തി
ആദ്യ നൂറ്റാണ്ടിൽ ഇടയന്മാർ ചെയ്ത അതേ ദൗത്യം, ആദ്യ നൂറ്റാണ്ടിൽ ഉപദേഷ്ടാക്കന്മാർ ചെയ്ത അതേ ഉപദേശം ഇനിയും മടങ്ങി വരും. ഒരന്ത്യകാലത്തിൽ ആ ശാലഘട്ടം മടങ്ങി വരും. സഭയെ ദൈവം തിരിച്ചു പിടിക്കും. ഇപ്പോൾ നടക്കുന്ന സകല പരിപാടികൾ കൂട്ടിക്കെട്ടിക്കൊണ്ട് ആദ്യകാല അനുഭവം അന്ത്യകാമിഷത്തിൽ മടങ്ങി വരും. സഭയെ ദൈവം തിരിച്ചു കൊണ്ടുവരും. വിശ്വസിക്കുന്നവർ സൂമിൽ ഇരുന്നാണെങ്കിലും കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ ദൈവത്തിന്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ആമേൻ. ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ആമേൻ. ചിലര് പറയുന്ന ഇനി ഉണർവൊക്കെ ഉണ്ടാകത്തില്ല, ഉണർവൊക്കെ ഇനി തന്നെത്താനൊക്കെ അങ്ങ് ക്രമീകരിച്ച് സ്വർഗത്തിലോട്ട് പൊക്കോണമെന്നൊക്കെ, അത് ചുമ്മാ പറയുന്ന. ആമേൻ. ഉണർവുണ്ടാകും, ആദ്യകാല അനുഭവം തിരിച്ചു വരും. പക്ഷേ ഉണർവെന്ന് പറഞ്ഞത് ഒച്ചയും ബഹളവും അല്ല. സഭകൾക്കകത്ത് കണ്ണുനീരോടുകൂടെ അവരവര് പാപങ്ങളെ ഏറ്റുപറയും. രഹസ്യവും പരസ്യവുമായ ജീവിതത്തിലെ കുറവുകളെ വചനം കേൾക്കുമ്പോൾ ഏറ്റുപറയണം. അങ്ങനെ പൊട്ടിക്കരഞ്ഞ് ദൈവത്തിങ്കലേക്ക് മടങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന ആത്മപ്രവർത്തിയുടെ പേരാണ് ഉണർവ്. സ്തോത്രം. അല്ലാതെ ഇന്ന് പിള്ളേര് നടത്തുന്ന ലഹളയല്ല ഉണർവ്. ആമേൻ. നിലവിളിയോടും കണ്ണുനീരോടും ആത്മതപനത്തോടും കൂടെ വിശുദ്ധിയിലേക്കും വേർപാടിലേക്കും ദൈവവചനത്തിന്റെ സത്യസന്ധമായ ആഴങ്ങളിലേക്കും മടങ്ങി വരുമ്പോൾ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, അപ്പോസ്തലന്മാരെ കൊണ്ട് ആദ്യകാലത്ത് എന്തൊക്കെ ചെയ്തോ അതെല്ലാം ഈ തലമുറയിൽ നമ്മെ കൊണ്ട് ദൈവം ജയിക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ആ പ്രവാചകന്മാർ ആ കാലത്തെ വചനപ്രകാരം പ്രവചിച്ചതുപോലെ ജനങ്ങളുടെ പാപത്തെ ബോധം വരുത്തുന്ന പ്രവാചകന്മാർ, വിസ വരുമെന്ന് പറയുന്നവരെ അല്ല, സമ്പത്തിന്മേൽ സമ്പത്ത് കൂടുമെന്ന് വരുന്ന പ്രവാചകന്മാരെ അല്ല. ആമേൻ. ജനത്തിന്റെ വീഴ്ചകൾക്ക് നേരെ വ്യക്തമായി വീഴ്ചയെ വെളിപ്പെടുത്തിക്കൊണ്ട് കണ്ണുനീരോടെ ജനത്തെ ക്രിസ്തുവിലേക്ക് മടക്കി കൊണ്ടുവരുന്ന പ്രവാചകന്മാരെ ദൈവം ഉണർത്താൻ പോകുകയാണ്. ദൈവം എഴുന്നേൽക്കാൻ പോകും. നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങി, കർത്താവേ എന്നെ അതിലൊരാളാക്കണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. അന്ത്യകാലത്തെ ദൈവം നമ്മെ സഭയുടെ മടങ്ങി വരുവനായി പ്രവചിക്കാൻ ഉപയോഗിക്കും. മകളെ, ചിലത് കാണുന്നു, അവനെ എന്റെ ആത്മാവ് ഇടപെടുന്നു എന്ന് പറഞ്ഞ പ്രവാചകന്മാരെ അല്ല, മുഖത്ത് നോക്കി പാപങ്ങളെ വിളിച്ചു പറയുന്ന, തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്ന, പാപം ചെയ്ത സമയത്തെ കുറിച്ച് പറയുന്ന, എന്ത് പാപമെന്ന് വെളിപ്പെടുത്തുന്ന പ്രവാചകന്മാരെ എഴുന്നേൽക്കും. അനാവശ്യ പ്രവാചകന്മാരെ എല്ലാം ദൈവം സഭയിൽ നിന്ന് നീക്കം ചെയ്യും. ആമേ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ആമേ. യഥാർത്ഥ സുവിശേഷകന്മാരുണ്ടാകും. കാശിന് വേണ്ടി സുവിശേഷം പറയുന്നവരല്ല. യഥാർത്ഥ സുവിശേഷകരെ എഴുന്നേൽപ്പിക്കും ദൈവം. ആമേ. അവരുണ്ട്, ഇന്നും ഉണ്ട്. എന്നാൽ അതൊരു ചലനം പോലെ വലിയൊരു പ്രവൃത്തിയിലേക്ക് യഥാർത്ഥ സുവിശേഷം ആത്മാക്കൾ കൂട്ടമായി വിടുവിക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക് ഭൗതികം നോക്കാതെ കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇനിയും എഴുന്നേൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. യഥാർത്ഥ ഇടയന്മാരെഴുന്നേൽക്കും, യഥാർത്ഥ ഉപദേഷ്ടാക്കന്മാരെഴുന്നേൽക്കും. കർത്താവ് തന്റെ സഭയെ ആത്മീയമായി വളർത്തും. അതാണ് 11-ാം വാക്യത്തിന്റെ എഫീസ ലേഖനം 4:11 ഈ 5 അപ്പോയിന്റ്മെന്റ് ശുശ്രൂഷ നേടാണ്. 12-ാം വാക്യം, 12 മുതൽ വായിക്കണം. 11-ൽ ആക്കി വെച്ചിരിക്കുന്ന ഈ 5 അപ്പോയിന്റ്മെന്റ് ശുശ്രൂഷ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ചെയ്താൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക് എന്ത് ഗുണമുണ്ടാകുമെന്നാണ് 12:13 എഴുതി വെച്ചിരിക്കുന്നത്. ഒന്ന് വായിച്ചേ. 12:4-12 മുതൽ. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ 5 കൂട്ടരെ കൊണ്ട് സഭയ്ക്കകത്തുണ്ടാകേണ്ടത്. പക്ഷെ ഇന്ന് ഇത് നടക്കുന്നില്ല. 11-ൽ എഴുതി വെച്ചിരിക്കുന്ന 5 അപ്പോയിന്റ്മെന്റ് ശുശ്രൂഷകൾ വിശ്വസ്തയോടെ ആത്മാർത്ഥമായി കണ്ണുനീരോട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് സ്വന്തം ശരീരത്തിന്റെ അവസ്ഥകളെ ഒന്നും നോക്കാതെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു ഉപവസിച്ചു ദൈവസന്നിധിയിൽ ശുശ്രൂഷിച്ച്, എന്റെ ശുശ്രൂഷയല്ല, എന്റെ ശുശ്രൂഷ എന്നെ അടുത്ത ദിവസം ഉപയോഗിക്കണമെന്നല്ല, എൻ്റെ കർത്താവിന്റെ ശരീരത്തെ, ഞാനാകുന്ന അവയെ ഉൾപ്പെട്ടു നിൽക്കുന്ന എൻ്റെ കർത്താവിന്റെ ശരീരത്തെ, ആ എന്തുദ്ദേശം തലയാകുന്ന ക്രിസ്തു ശരീരത്തെ കുറിച്ച് ഉദ്ദേശിക്കുന്നു അത് അനുസരിച്ച് ശുശ്രൂഷിക്കാൻ എനിക്കൊരു അപ്പോസ്തല വിളിയുണ്ടെങ്കിൽ ഞാൻ തലയിൽ നിന്ന് ആജ്ഞ സ്വീകരിച്ച് ശരീരത്തെ ശുശ്രൂഷിക്കണം.
തല ക്രിസ്തുവാണല്ലോ. പലരാകുന്ന നാം ഒന്നായി ചേരുന്നതാണ് ഒരു ശരീരമായി സഭ. കർത്തൃമേശയ്ക്ക് അപ്പം എടുത്തിട്ട് കർത്തൃദാസന്മാർ പറയുന്നൊരു വാചകമുണ്ട്, ഈ അപ്പം ഒന്നായിരിക്കുന്ന പോലെ പലരായ നാം ക്രിസ്തുവേശുവിൽ ഒരു ശരീരമാകുന്നു. അപ്പോൾ പലരായ നാം ഒരു ശരീരം ക്രിസ്തു എന്ന തലയ്ക്ക് കീഴെ ആകുമ്പോഴാണ് അതെങ്ങനെ ബന്ധിക്കുന്നു, എങ്ങനെ യോജിക്കുന്നു? ക്രിസ്തു എന്ന തലയോടെ പലരായ നാം ഒരു ശരീരമാകുമ്പോൾ ഈ തലയോട് എങ്ങനെ യോജിക്കുന്നു? കൊലോസ്യ ലേഖനം അവൻ പറയുന്നുണ്ട്. കൊലോസ്യ ലേഖനം എടുത്താട്ടെ, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 16, 17, 18, 19 ക്ലിയർ ആയിട്ട് ഈ പലരായ നാം, പല അവയവങ്ങളാകുന്ന നാം ഒരു ശരീരമായിട്ട് ഈ തലയോട് എങ്ങനെ യോജിക്കുന്നു എന്ന് വളരെ കൃത്യമായിട്ട് ഉപദേശ സഹിതം 16 മുതൽ 19 വരെ എഴുതി വെച്ചിട്ടുണ്ട്. കൊലോസ്യർ 2:16 മുതൽ വായിക്കാം. അതുകൊണ്ട് ഭക്ഷണ പാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാള്, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ. ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ. അപ്പോൾ ശരീരത്തിൽ നിൽക്കുന്ന അവയവങ്ങൾ ഏകമായി നിന്നുകൊണ്ട് തലയെ മുറുകെ പിടിക്കണം, ക്രിസ്തുവിനെ. അതെങ്ങനെയാണ് അത് ബന്ധിക്കപ്പെടുന്നത്? താഴോട്ട് വായിക്കാം. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. കണ്ടോ? തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും. എത്ര അവയവങ്ങൾ തലയ്ക്ക് കീഴെ ഒന്നിക്കുന്നു, അവയെല്ലാം ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായി വളർച്ച പ്രാപിക്കുന്നു. ഈ ദൈവിക വളർച്ച വരുത്താനാണ് ഇതേ ശരീരത്തിൽ നിന്ന് തല 5 ശുശ്രൂഷകരെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പക്ഷെ ഇത് നടക്കുന്നില്ല. ഈ 5 പേരും ഇന്ന് സഭയിലുണ്ട്, ശരീരത്തിൽ നിയമിച്ചിട്ടുണ്ട്. ആ ശരീരത്തിലെ അംഗങ്ങളാ വരും. അപ്പൊ ഞാൻ നിങ്ങളോട് ഓസ്ട്രേലിയയിലും UAE-യിലും US-ലും പല രാജ്യത്തിലും കേരളത്തിലും ഒക്കെ ഇരിക്കുന്നവരോട് ഞാൻ ഒരു പ്രസംഗം കീച്ചി ഭയങ്കര പ്രസംഗമായിരുന്നൊക്കെ പറയുന്ന പൊങ്ങച്ച വർത്താനങ്ങൾ കേട്ടിട്ടുണ്ട്. അതൊന്നും പറയുന്നത് തന്നെ അതോ ശുശ്രൂഷ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇപ്പൊ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിന്റെ ഭാഗങ്ങളെ ഞാൻ ശുശ്രൂഷിക്കുന്നത്. അത് ഞാനും നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്ന തല ആജ്ഞാപിക്കുന്ന കാര്യങ്ങളാണ്. നാമാകുന്ന അവയവങ്ങളിൽ നടത്തേണ്ട ശുശ്രൂഷ. ഈ ശരീരത്തിന്റെ പല അവയവങ്ങളായ നമ്മെ തലയുടെ ആജ്ഞ സ്വീകരിച്ച് ശുശ്രൂഷ ചെയ്യാൻ തയ്യാറാക്കിയിരിക്കുക. ഈ ഗൗരവം അറിയാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നവരുടെ മുമ്പിൽ തലവും കെട്ടു നിൽക്കാതെ തലയാകുന്ന ക്രിസ്തുവിൽ ആജ്ഞ സ്വീകരിച്ച് അപ്പോസ്തലനായാലും പ്രവാചകനായാലും സുവിശേഷകനായാലും ഇടയനായാലും ഉപദേഷ്ടാവായാലും തലയുടെ ആജ്ഞയിൽ നിന്നാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്. സ്തോത്രം. ഇത് ഇന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവമക്കൾ ആത്മീയ വളർച്ച പ്രാപിക്കുന്നില്ല, സ്വർഗീയ വളർച്ച പ്രാപിക്കുന്നില്ല. ഒരു മുരടിച്ച അനുഭവം. ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുമ്പോ തന്നെ കർത്താവേ, എന്റെ മുൻപിൽ ഒരു അപ്പോസ്തലൻ ശുശ്രൂഷ ചെയ്യുകയാണെങ്കിൽ അവൻ ക്രിസ്തുവുമായി ബന്ധം സ്ഥാപിച്ച് ശുശ്രൂഷ ചെയ്യുന്നവനായിരിക്കണം. എന്റെ അടുത്തൊരു പ്രവാചകൻ പ്രവചിക്കുകയാണെങ്കിൽ അവൻ ക്രിസ്തുവിൽ നിന്ന് പഠിച്ച പ്രവാചകനായിരിക്കണം. എന്റെ അടുത്ത് ഒരു സുവിശേഷകൻ വരികയാണെങ്കിൽ സ്വർഗം നിയമിച്ച സുവിശേഷകനായിരിക്കണം. എന്റെ അടുക്കൽ ഒരു ഇടയൻ ശുശ്രൂഷ എന്നെ ചെയ്യുകയാണെങ്കിൽ സ്വർഗം അപ്പോയിന്റ്മെന്റ് ചെയ്ത ക്രിസ്തുവിൽ നിന്ന് പഠിച്ച ഇടയനായിരിക്കണം. എന്നെ ഉപദേശിക്കാൻ വരുന്നവൻ ക്രിസ്തു എന്ന ഉപദേഷ്ടാവിൽ നിന്ന് പ്രാപിക്കുന്നവനായിരിക്കണം. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തോന്നുന്ന പോലെ ജീവജല നദി ഒഴുകുമെന്നല്ല, തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും. തിരുവഴുത്ത് പറയാത്ത ഒരു ഒഴുക്കും നമ്മെ വളർത്തുന്നതല്ല, നമ്മെ നിത്യതയിൽ എത്തിക്കുന്നതല്ല. ഇന്ന് ഈ സമയത്ത് പരിശുദ്ധാത്മ നിയോഗത്തിൽ പറയുന്നു, തിരുവഴുത്ത് പറയുന്നതാണ് നമ്മുടെ നടുവ് നടക്കുന്നത്. അതുകൊണ്ടാണ് രസിപ്പിക്കുന്ന കോമഡി പറയുന്നതല്ല ശുശ്രൂഷ, അതും ഇതും വിളിച്ച് പറയുന്നതല്ല ശുശ്രൂഷ. മനസ്സിൽ ചൂട് പിടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതല്ല ശുശ്രൂഷ. തിരുവഴുത്ത് പറയുന്നത് പോലെ. സ്തോത്രം.
തിരുവഴുത്തും ദൈവശക്തിയും അറിയാകിയാൽ ജനം തെറ്റിപ്പോകുന്നു പറഞ്ഞാൽ മുൻപിൽ നിന്ന് അപ്പോയിന്റ്മെന്റ് ചെയ്ത ശുശ്രൂഷകർ എന്തുകൊണ്ടാണ് അത് ആത്മാർത്ഥമായി ചെയ്യാത്തത്? അതിന്റെ കാരണവും കൂടെ വെളിപ്പെടുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം കേട്ടോ. ഈ ദിവസങ്ങളിൽ എന്നോട് കർത്താവ് പറഞ്ഞൊരു കാരണം, ഈ 5 അപ്പോയിന്റ്മെന്റ് ശുശ്രൂഷ എന്തുകൊണ്ട് വെളിപ്പെടുന്നില്ല? വെളിപ്പെടാത്തതിന്റെ കാരണം, ഈ 5 പേരും ശുശ്രൂഷയ്ക്കായി നിയമിക്കപ്പെട്ട ഒരു സഭയിലുണ്ട്. ഇന്നും നടക്കണം ഈ 5 ശുശ്രൂഷകൾ. ക്രിസ്തു ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി ഈ 5 കൂട്ടർ ഉപയോഗിക്കപ്പെടും. പക്ഷെ ഉപയോഗിക്കപ്പെടുന്നില്ല വേണ്ടെന്ന വണ്ണം. പൂർണ്ണമായും അവരുടെ ശുശ്രൂഷകൾ ചെയ്യാൻ അനുവദിക്കാത്ത ചില കാര്യങ്ങൾ വളരെ കൃത്യമായി യൂദ മുന്നോട്ട് വെക്കുകയാണ്. നമുക്ക് പോകാം യൂദായുടെ ലേഖനത്തിലേക്ക്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ വെട്ടിച്ചുരുക്കുകയാണ്. യൂദായുടെ ലേഖനത്തിലേക്ക് പോകാം. 11-ാം വാക്യം ഒന്നും കൂടെ വായിക്കാം. 11-ാം വാക്യം. അവർക്ക് അയ്യോ കഷ്ടം, അവർ കയീന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലെയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. മതി. നമ്മൾ ഈ യൂദായുടെ ലേഖനമൊക്കെ വായിക്കുന്നവരാണല്ലോ എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്, പഠിക്കുന്നവരാ. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ 11-ാം വാക്യത്തിൽ ഈ 3 പേരുടെ കാര്യം എന്തിനെഴുതി? എപ്പോഴെങ്കിലും ധ്യാനിച്ചിട്ടുണ്ടോ? ധ്യാനിച്ചിട്ടുള്ളവർക്കായി ഞാൻ സ്തോത്രം. ഇവരാരാണ്? ഒന്നും കൂടെ നിങ്ങൾക്ക് അതിനെ ഗൗരവമാക്കാൻ ഞാൻ പറയുകയാണ്. പുതിയ നിയമത്തിലെ അവസാന ലേഖനങ്ങളിൽ ഒന്നാണ് യൂദായുടെ ലേഖനം. പുതിയ നിയമത്തിൽ എഴുതപ്പെട്ട ലേഖനങ്ങളിലും അവസാന ലേഖനങ്ങളിൽ എഴുതപ്പെട്ട ലേഖനങ്ങളിൽ ഒന്നാണ് യൂദായുടെ ലേഖനം. ഈ പുതിയ നിയമത്തിലെ അവസാന ഭാഗങ്ങൾ എഴുതിയപ്പെട്ട ലേഖനങ്ങളിലും പുസ്തകങ്ങളിലും അവസാനം എഴുതപ്പെട്ട ലേഖനങ്ങളിൽ ഒന്നിൽ പഴയ നിയമത്തിലെ 3 പേരവതരിപ്പിച്ചുകൊണ്ട് അപകടം ചൂണ്ടിക്കാണിക്കുക പുതിയ നിയമസഭയോട്. പുതിയ നിയമസഭയോട് പറയുന്നത് ഇങ്ങനെയാണ്: അവർക്ക് അയ്യോ കഷ്ടം. ആർക്ക്? പുതിയ നിയമസഭയിൽ ചില സ്വഭാവമുള്ളവരുടെ കാര്യമാ പറയും. ഈ സ്വഭാവം ആരുടേതാണെന്ന് പഴയ നിയമത്തിലെ 3 പേരെ എടുത്തുകൊണ്ട് വന്നിട്ട് പറയുകയാണ്. 1, കയീന്റെ വഴി. 2, ബിലെയാമിനെ പോലെ കൂലി കൊതിച്ച് വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുന്നവർ. 3, കോരഹിനെ പോലെ മത്സരിച്ച് നശിക്കുന്നവർ. 3 പേരെ പുതിയ നിയമസഭയുടെ മുമ്പിൽ പരിശുദ്ധാത്മാവ് ഒടുവിൽ എഴുതപ്പെട്ട ലേഖനങ്ങളിൽ ഒന്നിൽ എടുത്ത് കാട്ടണമെങ്കിൽ എന്താണ് അതിൻ്റെ ഉദ്ദേശം? നിങ്ങൾ ശ്രദ്ധിച്ചു. കർത്താവ് എന്നോട് ഡയറക്റ്റ് സംസാരിച്ച കാര്യം ഞാൻ വചനം ധ്യാനിക്കുമ്പോൾ സംസാരിച്ച കാര്യം ഞാൻ പറയും. ഇവ 3 പേരുടെ സ്വഭാവമുള്ളവരായി ഇന്ന് പുതിയ നിയമസഭയ്ക്കകത്ത് കൂടുതലും കയറി നിൽക്കുന്നു. കയീന്റെ സ്വഭാവം. 2, ഉപദേശിമാരുടെ ഇടയിൽ കൂടുതൽ കണ്ടുവരുന്നത് ബിലെയാമിന്റെ ഗ്രൂപ്പാണ്. എന്നാ ഇതാലും പൈസ വേണം, പൈസയ്ക്കാ ശുശ്രൂഷിക്കും. ദൈവമക്കളെ അത് പഠിപ്പിച്ചു വെച്ചിരിക്കുക. പ്രസംഗം, അനുഗ്രഹം, ഉയർച്ച, വാലല്ല തലയാക്കുമെന്ന് പറയുമ്പോൾ ആ വാക്യത്തെ എന്താ ഉദ്ദേശിക്കുന്നത് പോലും അറിയാതെയാണ് ഈ വാക്യങ്ങൾ ജനത്തെ പഠിപ്പിച്ചു വെച്ചത്. വാലല്ല തലയാകുമെന്ന് ഇപ്പോഴത്തെ ഒരു ഉപദേശം പ്രസംഗിക്കുമ്പോൾ ജനത്തിന്റെ ഉള്ളിൽ ഇത്ര വരുന്നു: എൻ്റെ ഓലപ്പര മാറി എനിക്കൊരു ഓടുപര കിട്ടും. ഓടുപര ഉള്ളവൻ ചിന്തിക്കും എനിക്ക് ഓട് മാറി ഒരു വാർക്കപ്പര വരും. വാർക്കപ്പര ഉള്ളവൻ ചിന്തിക്കും എൻ്റെ വാർക്കയുടെ മുകളിൽ 2ാമത് ഒരു നിലയെ കൂടെ പണി. അങ്ങനെ 2 നിലയുള്ളവൻ പറയും എന്നെ വലിയൊരു ഫ്ലാറ്റ് എനിക്ക് വില കൂടിയത് കിട്ടും. ഇങ്ങനെ ഭൗതിക ഉയർച്ചയെ കുറിച്ച് ആ വാക്യങ്ങളെയൊക്കെ തിരിച്ചു വിട്ട് ജനത്തെ വഞ്ചിച്ച് ഭൗതിക അനുഗ്രഹത്തെ കുറിച്ച് പ്രസംഗിക്കുക. കാശെന്നൊരു ചിന്തയുള്ളൂ. സ്വോത്രകാഴ്ച എന്നൊരു പ്രധാന സംഗതി മുന്നോട്ട് വെച്ചിരിക്കുക. സ്വോത്രകാഴ്ച ഒന്നും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ദേവദാസന്മാര് ദൈവമക്കൾ കൊടുക്കുന്ന നന്മ കൊണ്ട് തന്നെ ജീവിക്കണം. പക്ഷെ അതൊന്നും പിടിച്ചു പറിച്ചുണ്ടാക്കുന്നതും അത് കൊതിച്ചു വാങ്ങിക്കുന്നതുമല്ല. തരുന്നത് മതി. സ്വോത്രം. അത് സന്തോഷത്തോടെ
കടന്നു പോകാൻ മനസ്സുണ്ടാകും. നമ്മുടെ ശുശ്രൂഷകളൊന്നും പണത്തിന് വേണ്ടി ചെയ്യുന്നത്. ദാസന്മാരോട് കൃപാവരങ്ങൾ കൊണ്ട് പണം ഉണ്ടാക്കുക. ഇന്നും ഒരാൾ എന്നെ വിളിച്ചു ഗൾഫിൽ ചെന്നിട്ട്, അച്ഛാ എന്നെ ഒന്ന് പരിചയപ്പെടുത്തണം, ഞാനിവിടെ വിസ എടുത്ത് ഇറങ്ങിയിരിക്കുക, മീറ്റിങ്ങിന് പരിചയപ്പെടുത്തണം. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു കുഞ്ഞ്, എന്നെ കൊണ്ട് നടക്കത്തില്ല. കർത്താവ് നിന്നെ വേലയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ വേല ചെയ്യും. സ്വത്രം പരിചയപ്പെടുത്തി വല്ലവരും പറഞ്ഞു കേട്ട് വിസായം എടുത്ത് നീ അവിടെ ചെന്നിറങ്ങി അവിടെ ഇരിക്കുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കും. അവര് നിന്നെ ഒരു യോഗം നടത്തി വിളിക്കുകയാണെങ്കിൽ നിനക്ക് വിസായും ടിക്കറ്റ് കൊടുത്ത് അവർക്ക് യോഗം കേൾക്കണമെങ്കിൽ അവർ വിളിക്കുക. നീ 2-3 ദിവസം പറഞ്ഞിട്ടാണെങ്കിൽ തിരിച്ചു പോരണം. പിന്നെ അവിടെ കിടന്ന് കറങ്ങരുത്. നീ നിന്റെ വിരൽ കൊണ്ട് വേറെ ആരെയും മീറ്റിങ്ങിന് വിളിച്ച് ശേഖരിച്ച് പൈസ ഉണ്ടാക്കാനുള്ളതല്ല ശുശ്രൂഷ. കണ്ണുനീരോട് ഹൃദയവേദനയോടും കൂടെ തിരുസഭയെ, ക്രിസ്തു ശരീരത്തെ തലയുടെ ആജ്ഞ സ്വീകരിച്ച് ശുശ്രൂഷിക്കാനാ ദൈവം വിളിച്ചിരിക്കുന്നത്. ആമേൻ. അതിന് ദൈവം അവസരം തെരഞ്ഞെടുത്തു പോകണം, ദൈവം ഐക്യമെടുത്തു പോകണം, ദൈവത്താൽ നിയോഗമുള്ളെടുത്ത് പോകണം. എന്നോട് പലരും വിളിച്ചു പറയാറുണ്ട്, പാസ്റ്ററെ കയറി വരാമോ, ഞങ്ങൾ വിസ എടുക്കാം. സ്വതന്ത്രം, ഞങ്ങൾ വിസ എടുക്കാം, ഞങ്ങൾ ഒരു മീറ്റിംഗ് തരാം, ബാക്കി അച്ഛായ നമ്പർ മേടിച്ചോണ്ട് പോയി. എന്തൊരു പരിപാടിയാണ്. ആരാത്? സ്വതന്ത്രം. കേൾക്കുമ്പോ തന്നെ നമുക്ക് നാണക്കേട് വരും. ഒരിക്കലും അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യാൻ ആരും ഒരുങ്ങരുത്. നമ്മൾ അവിടെ എവിടെയും പോയി വല്ലവരുടെയും മുൻപിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി കഞ്ചാണ്ടവരല്ല. വിളിച്ചത് ദൈവമാണെങ്കിൽ ഇന്നും നാളെ എന്ത് ചെയ്യണമെന്ന് ദൈവത്തോട് ചോദിച്ച് ദൈവം നിയോഗിക്കുന്ന ശുശ്രൂഷകളെ അറിഞ്ഞ് വിശ്വസ്തയോടെ ചെയ്താൽ ദൈവം നമ്മെ നടത്തും. ആമേൻ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, കേൾക്കുന്നില്ലേ? ആർക്കും കേൾക്കാൻ മേലെ? കുറവാണ്, എന്നാലും സൗണ്ട് ക്ലിയർ ആണ്. ഓക്കെ, എനിക്ക് റേഞ്ച് കുറവാണ്. അതെ, ബാഡ് വിത്ത് ലോ എന്നവരുടെ മെസ്സേജ് ഉള്ളത്, പക്ഷെ കേൾക്കാം, കുഴപ്പമില്ല. വീഡിയോ സ്റ്റക്ക് ആവുന്നുണ്ട്. ഇപ്പോഴോ? അല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാ ഉള്ളത്. പക്ഷെ എനിക്ക് ഫുൾ റേഞ്ച് ആണല്ലോ ഇവിടെ കാണിക്കുന്നത്. സ്വത്രം കേൾക്കാമല്ലോ അല്ലേ? ക്ലിയർ ആയിട്ട് വോയിസ് കേൾക്കാം. വീഡിയോ ബ്രേക്ക് ആവുന്നുണ്ട്, പക്ഷെ വോയിസ് ക്ലിയർ ആണോ? സ്വത്രം. ഓക്കെ. ശ്രദ്ധിക്കുക. വോയിസ് ക്ലിയർ ആണെങ്കിൽ അത് മതി. കേൾക്കുക. ഞാൻ ആ സമയങ്ങൾ മുൻപിലില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ശുശ്രൂഷയൊന്നും നമുക്ക് കാശുണ്ടാക്കാനുള്ളതല്ല. നമ്മുടെ ലക്ഷ്യം കർത്താവിന്റെ ശരീരം ആത്മീയ വർധനവ് പ്രാപിക്കുക. ക്രിസ്തു എന്ന തലയോടും സ്വതന്ത്രം. ഞാനൊന്നും കൂടെ കട്ട് ചെയ്തിട്ട് കയറി വരണോ? ഓക്കെ, എന്നാ ജീസസ്. ഇപ്പൊ ഓക്കെ ആണോ? ഹലോ, ക്ലിയർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ക്രിസ്തു എന്ന ശരീരത്തെ, ക്രിസ്തുവിന്റെ ശരീരത്തെ, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ശരീരത്തെ ശുശ്രൂഷിക്കുക എന്നുള്ള നൊമ്പരത്തോടുകൂടെ വേണം ദൈവസഭയിൽ ഈ 5 ശുശ്രൂഷകളും ചെയ്യാൻ. അതിനെതിരെ നിൽക്കുന്ന 3 പേരുടെ സ്വഭാവം പുതിയ നിയമസഭയ്ക്കകത്ത് പ്രവേശിച്ചിരിക്കുന്നു.
ഒന്ന്, പുതിയ നിയമസഭയ്ക്ക് ഇന്ന് ആത്മീയ വർധന അനുഭവിക്കാൻ കഴിയാത്തത് ദൈവസഭയുടെ വഴിക്കകത്ത് ഒരു വാളുടെ വഴി കയറിയിരിക്കുക. ഒന്ന് കയ്യിന്റെ വഴി, അവിടെ ക്ലിയർ ആണ്. അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും, ഇന്ന് പുതിയ നിയമസഭയ്ക്കകത്ത് കയ്യിന്റെ വഴിയിലാണ് പലരും നടക്കുന്നത്. പുതിയ നിയമസഭയുടെ വഴി ഏതാ? സ്വഭാവം തന്നെ ഒന്ന് നോക്കിക്കേ. വഴക്കുണ്ടാക്കാൻ മടിയില്ല, തല്ലാൻ മടിയില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു ചർച്ചിൽ പ്രസംഗം ചെന്നപ്പോൾ പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇടപെട്ടപ്പം ആ സഭയിലെ കാര്യം ഉച്ച കഴിഞ്ഞ് പാസ്റ്റർ പേടിച്ചു. പാസ്റ്റർ എന്നോട് പറഞ്ഞു, എന്റെ പൊന്നു പാസ്റ്ററെ, ഞാൻ പറഞ്ഞു തന്നാന്ന് പറയും. അതുപോലെ അവിടെ പറഞ്ഞു, ദൈവാത്മാവ് ഇടപെട്ടെ. അപ്പൊ ഞാൻ എന്താ പാസ്റ്റർ? ബൈബിള് വെച്ച് സഭായോഗം കഴിഞ്ഞിട്ട് ഒരാളെ വഴക്കുണ്ടാക്കിയിട്ട് ഒരു പാസ്റ്റർ പുള്ളിയുടെ അളിയനെ ബൈബിള് വെച്ചെറിഞ്ഞു. മിണ്ടിപ്പോകരുന്ന് പറഞ്ഞ് ബൈബിള് വെച്ച്. കണ്ടോ? ഇത് ആരുടെ വഴിയാ? കയ്യിന്റെ വഴിയിൽ ജനങ്ങൾ നടക്കുക. ഉപദേശിമാരടക്കം കയ്യിന്റെ വഴിയില്ല. സ്തോത്രം. നമ്മളെ ഉപദേശം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, ഗൗരവമായി പറയുമ്പോൾ, താഴോട്ടിറങ്ങി നമ്മളെപ്പോലുള്ള ആളുകളെ ഒന്ന് തല്ലിയ നമ്മൾ കൊണ്ടുകൊണ്ട് പോരും. സഭയ്ക്കകത്താണെങ്കിലും പുറത്തുള്ളവൻ അടിച്ചാലും കൈകെട്ടി നിന്ന് കൊണ്ടുകൊണ്ട് പോരണം. അതാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്. നമ്മൾ ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഗൗരവമായി ഉപദേശിക്കുകയും തർജ്ജനം ചെയ്യുകയും ചെയ്യും. ഇതിന് പുറത്തിറങ്ങി അല്ലെങ്കിൽ സഭയ്ക്കകത്ത് നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് നമുക്ക് നേരെ ദേഹിയിൽ കൂടെ പോരാടിയ നമ്മൾ സൈലന്റ് ആകണം. നമ്മൾ അന്നാലെ തിരിച്ചടിക്കുക, തിരിച്ചു പിണങ്ങുക, വഴക്കുണ്ടാക്കുക, ഇത്തരം സ്വഭാവങ്ങൾ കയ്യിന്റെ വഴിയിൽ നിന്ന് വരുന്നതാണ്. അതും ആരാധനയ്ക്ക് ശേഷം, സഭായോഗത്തിന് ശേഷം നടക്കുന്ന വഴക്ക് കയ്യിന്റെ ആത്മാവുള്ളവരെ വഴക്കുണ്ടാക്കും. കയ്യിന്റെ സ്വഭാവം. ഇപ്പോഴാണ് പാരമ്പര്യ സഭയ്ക്കകത്തൊക്കെ കയ്യിന്റെ സ്വഭാവമുള്ള ഒത്തിരി പേരെ കാണാം. ഞങ്ങൾ പറയുന്നവരാണ്, ഞങ്ങൾ ഇത്ര കൊല്ലമായി, ഞങ്ങൾ അതാണ്, ഞങ്ങൾ ഇതാണ്. ഇതൊക്കെ ഒരു പാരമ്പര്യം പെന്തിക്കോസിലുണ്ട്, സഭയ്ക്കുണ്ട്. ആ പാരമ്പര്യം ഏതാ? ആ പാരമ്പര്യം നിങ്ങളുടെ വർഷക്കണക്കല്ല, വചനത്തിന്റെയും വിശുദ്ധിയുടെയും വേർപാടിന്റെയും നീതിയുടെയും ഒരു പാരമ്പര്യമുണ്ട്. അത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തെക്കുറിച്ച് എബ്രായ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ആ പാരമ്പര്യം? എബ്രായ ലേഖനം 5-ാം അധ്യായം അതിന് 11 മുതലുള്ള വാക്യത്തിൽ നമുക്കൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം തഴക്കവും പഴക്കവും ഉള്ളത് തന്നെയാന്നാ പറയുന്നത്. അത് ആത്മീയമാണ്, ജഡത്തിലെ പാരമ്പര്യമല്ല. ഒന്ന് വായിച്ചേ, എബ്രായ ലേഖനം 5:11 മുതൽ ഒന്ന് വായിച്ചേ. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട്. എങ്കിലും നിങ്ങൾ കേൾക്കുവാൻ മാന്ദ്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം ഒന്ന് നിർത്തണേ. വളരെ പറയാനുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ മാന്യമാണ്. കാരണം സഭ കുറെ കാലം കഴിഞ്ഞപ്പം പാരമ്പര്യത്തിലേക്ക്, ജഡത്തിലെ പാരമ്പര്യം കയറി. പറയാൻ വളരെ ഉണ്ടെങ്കിലും കേൾക്കാനുള്ള മനസ്സില്ല, മാന്യമായി പോയി. ആത്മാവിൽ തുടങ്ങി, ഗലാത്യ സഭയുടെ ഭാഷ പറഞ്ഞാൽ ആത്മാവിലൊക്കെ തുടങ്ങി, പക്ഷെ ജഡത്തിലെത്തി നിൽക്കുക സഭ. ഇതുപോലെ ആയി കേൾക്കാൻ, ഉപദേശമൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ജനത്തിനൊക്കെ ഇഷ്ടം നമ്മെ ഉയർത്തും, മാനിക്കും, ഏത് വൃത്തികേട് കാണിച്ചിരുന്നാലും നമ്മെ അനുഗ്രഹിക്കുമെന്ന് പറയുന്നവരാണ് നമുക്കിഷ്ടം. നമ്മുടെ തെറ്റുകൾക്ക് നേരെ വിരളി ചൂണ്ടുന്ന പരിശുദ്ധാത്മാവിലുള്ള ശുശ്രൂഷയോട് ആർക്കും വലിയ താല്പര്യമില്ല. നമ്മുടെ തിരുത്തുന്ന ശുശ്രൂഷയോട് നമുക്ക് താല്പര്യമില്ല. ഉപദേശിക്കുന്നവരോട് താല്പര്യമില്ല. ആത്മനിയോഗത്തിൽ യഥാർത്ഥ ശുശ്രൂഷ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അങ്ങനെ ശുശ്രൂഷിക്കുന്നവരെ പോലും ഇന്നത്തെ ഉപദേശിമാരടക്കം ഇടയന്മാരടക്കം മാറ്റി നിർത്തിയിരിക്കുക. അയാളെ വിളിക്കരുത്, അയാൾ വിളിച്ച വല്ലതൊക്കെ പറയും. വല്ലോ അല്ല പറഞ്ഞത്, സത്യവചനം ആരും കേൾക്കാൻ അനുവദിക്കത്തില്ല. പിശാച് അതുപോലെ ചിലരെ കയ്യിലെടുത്തിരിക്കുക, കൈയിന്റെ വഴിക്ക് അവസരം ഒരുക്കിയിട്ടിരിക്കുക. സർ, ഇനി ഞാനിതിനെ വ്യക്തമാക്കി തരാം. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ പറ്റത്തില്ല. താട്ട് വായിച്ചിട്ട് ആ പാരമ്പര്യ തഴക്കം എന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചു പോകുന്നു. വായിച്ച സൗരി ദേവദാസി. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാളുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ ഉള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ, അവസാനത്തെ വാക്യം. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ ഉള്ളവരായി
പ്രായം ആ തികഞ്ഞവർക്ക് നമുക്കിടയിൽ ഒരു പാരമ്പര്യമുണ്ട്, സഭയ്ക്കൊരു പാരമ്പര്യമുണ്ട്. അത് നന്മ തിന്മകളെ തിരിച്ചറിയുന്ന തഴക്കത്തിന്റെ പാരമ്പര്യം. അത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാണ്. അല്ലാതെ കുക്കുസാഹിബിന്റെ കാലം മുതൽ ഞങ്ങളുള്ളവരാ, ഞങ്ങൾ ഇവിടെ എന്നാ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് അതറിയാം, അവരെ അറിയാം, കെ എബ്രഹാം സാറിനെ അറിയാം, ഉമ്മച്ചനപ്പച്ചനെ അറിയാം, ഈ വാചകോടിയൊന്നും ദൈവത്തിന് എടുക്കാൻ നടക്കത്തില്ല. ദൈവം അവരെ ആരെയും വെച്ചല്ല നമ്മളെ കൊണ്ട്. ദൈവം നമ്മളെ നോക്കുന്നതല്ല, നാം എങ്ങനെ ദൈവോപാകയായി. പാരമ്പര്യം തഴക്കമൊക്കെ വേണ്ടത് വചനത്തിന്റെ അടിസ്ഥാനത്തിലും പരിശുദ്ധാത്മാവിലും നീതിയുടെ വചനത്തിൽ അഭ്യസനം പ്രാപിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ പാരമ്പര്യം, ജഡത്തിലെ പാരമ്പര്യമല്ല. ഇന്ന് പൊങ്ങച്ചങ്ങൾ പറഞ്ഞ് സഭകളെ വളർത്താൻ അനുവദിക്കാതെ ജഡത്തിലെ കുറെ പൊങ്ങച്ചങ്ങൾ, ഞങ്ങൾ 4-ാം തലമുറയാ, 5-ാം തലമുറയാ, 3-ാം തലമുറ, ഇതൊന്നും ദൈവത്തിന്റെ മുമ്പാകെ വിലപ്പോകത്തില്ല. റോമർ 8 നോക്കണം, എടുക്കണ്ട. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. പ്രസന്റ് സ്റ്റേജിൽ ക്രിസ്തുവേശുവിലല്ലെങ്കിൽ നീതിയുടെ വചനത്തിൽ അഭ്യസനം പ്രാപിക്കാത്ത, തഴക്കം ചെല്ലാത്ത ആർക്കും, ആ പ്രായം പ്രാപിക്കാത്ത ആർക്കും ഒരിക്കലും ദൈവത്തിൽ നിന്നൊരു മാർക്കും കിട്ടുമെന്ന് ആരും ഓർക്കണ്ട. അതുകൊണ്ട് നമ്മുടെ ജഡത്തിന്റെ പാരമ്പര്യമൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ഹൃദയം കൊണ്ടൊരു താഴ്മയാണ് നമുക്ക്. ഇനി ഞാൻ പെട്ടെന്ന് പറയട്ടെ, കൈയിന്റെ വഴി എങ്ങനെ പുതിയ നിയമസഭയ്ക്കകത്ത് വന്നു? പുതിയ നിയമസഭയ്ക്ക് ഒരു വഴി ഉണ്ടല്ലോ. പുതിയ നിയമസഭയുടെ വഴിയാണ് എബ്രായ ലേഖനം 10-ാം അധ്യായം എടുക്കുക. എബ്രായ ലേഖനം 10-ാം അധ്യായം 19-ാം വാക്യം മുതൽ എന്താണ് പുതിയ നിയമസഭയുടെ വഴി? അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും മതി. ജീവനുള്ള പുതുവഴി, ജീവനുള്ള പുതുവഴി. പുതിയ നിയമസഭയുടെ വഴി ഏതാന്ന് ചോദിച്ചാൽ ധൈര്യമായി പറയാം, യേശു തന്റെ ദേഹമെന്ന തിരശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയാണ് സഭയുടെ വഴി. പക്ഷെ അതേ വഴിയിൽ ഇപ്പോൾ ഏത് വഴി കയറി നിൽക്കുക? കൈയിന്റെ വഴി. കണ്ടോ? കൈയിന്റെ വഴി കയറിയോണ്ട് എന്നാ ഭാഷ കുഴപ്പമെന്ന് ചോദിച്ചാൽ, ഈ 5 അപ്പോയിന്റ്മെന്റുടെ ശുശ്രൂഷ അവർക്ക് ആധികാരികമായി ചെയ്യാൻ കഴിയാതെ കൈയിന്റെ വഴി സഭയ്ക്കകത്ത് കയറി നിൽക്കുക. ചേട്ടന്മാര് കളിക്കുന്ന കുറെ ആളുകൾ, കൊല്ലുന്ന കുറെ ആളുകൾ, ദൈവപ്രസാദം വാങ്ങിക്കാതെ ഉള്ള രീതി. എനിക്കിതിനെക്കുറിച്ച് കാര്യമായി പറയേണ്ടതുണ്ട്, സമയത്തെ ഞാൻ ഭയപ്പെടുക. സ്വത്രം. കൈയിന്റെ വഴി അറിയണമെങ്കിൽ കൈയിന്റെ സ്വഭാവം, കൈയിന്റെ വഴിപാട് വെക്കുമെന്ന് പഠി. ഒത്തിരി അറിയാമെങ്കിലും പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് പറയാൻ ആഗ്രഹിക്കും. ഹാബേലിന്റെ വഴിയുണ്ട്, കൈയിന്റെ വഴിയുണ്ട്. ഹാബേലിന്റെ വഴി ദൈവപ്രസാദത്തിന്റെ വഴിയായിരുന്നു. പ്രസാദം പ്രാപിച്ചിട്ട് ഒത്തിരി നാൾ ജീവിച്ചിരുന്നില്ല. പുള്ളി നേരെ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു. അത് കൈയിൻ മുഖാന്തരം. കൈയിന്റെ വഴി നാശവഴിയാണ്, മറ്റുള്ളവരെ നശിപ്പിക്കുക എന്നുള്ള കൈയിന്റെ വഴി. യഥാർത്ഥ വഴിക്കെതിരെ നിൽക്കുക എന്നുള്ള. ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളോടെ ഒന്ന് ചേർക്കാൻ പോകും. മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് വിചാരിക്കുന്നു. ഭൂമി സ്വർഗ ഒന്നാമത്തെ ഇടയൻ കർത്താവാണ്. ഒന്നാമത്തെ ഇടയൻ സ്വർഗ ദൈവമാണ്. ഭൂമിയിൽ ആദ്യത്തെ ഇടയ പദവി വന്നത് ഹാബേലിന്റെ മേൽ. ഹാബേലിലാണ് ഒന്നാമത്തെ ഇടയ പദവി ദൈവം വെച്ചു കൊടുത്തത്. ഭൂമിയിൽ ആദ്യത്തെ ഇടയൻ ഹാബേൽ. കൈൻ ആദ്യം തിരിഞ്ഞ് കൊന്നുകളഞ്ഞത് ഇടയ റൂട്ടിന് നേരെയാണ് കൈൻ കൈവക്കി. മനസ്സിലായോ? ഇന്നും കൈന്റെ സ്വഭാവമുള്ളവർ ഇടയ റൂട്ടിന് നേരെ സഭയ്ക്കകത്ത് നിൽക്കുന്നത് വ്യക്തമായി കാണും. ചില ഉപദേശിമാര് ഭയപ്പെട്ട സഭയെ ശുശ്രൂഷിക്കും. കാരണം കൈന്റെ സ്വഭാവമുള്ളവൻ താഴെ ഇരിക്കുക. അവൻ ചിലപ്പോൾ പാർശ്വോട് ഒരു ഇരിയോടോ താൻ എന്നാണ് ഈ പ്രസംഗിക്കുന്നത്, ഞങ്ങൾ പറയുന്നത് കേട്ട് താൻ യോഗം വെച്ചാൽ മതി എന്നൊക്കെ പറയുന്ന കൈയിന്റെ ആത്മാവുള്ളവൻ. അവൻ എന്താണ് ഈ കൈയിന്റെ സ്വഭാവം? ഒന്ന് നമുക്ക് നോക്കാം. 2 വഴികളിൽ 2 സ്വഭാവങ്ങളും. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം ഒന്നെടുത്ത് വായിച്ചു. 4-ന്റെ 1 മുതൽ അങ്ങ് വായിച്ചു. 1 മുതൽ.
അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹൗവയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് കയീനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ആട്ടിടയനും കയീൻ കൃഷിക്കാരനുമായി തീർന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്നും യഹോവയ്ക്കൊരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്നും അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ മതി ഹാബേലിനെ മതി 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 മതി. രണ്ട് ഇടത്ത് നിന്ന വഴിപാടുണ്ട്, ഒന്ന് നിലത്ത് നിന്നുള്ള വഴിപാട്. എന്നാൽ ഹാബേല് കൊണ്ടുവന്നത് ഉയരത്തിലെ റൂട്ടുകളുണ്ട്. ആദ്യത്തെ ഇടയൻ ദൈവമാണെങ്കിൽ, കർത്താവാണെങ്കിൽ, ഭൂമിയിലെ ഒന്നാമത്തെ ഇടയൻ ഹാബേല് കൊണ്ടുവന്നത് ഉയരത്തിലെ ദൈവം നിയമിച്ച നിയമനത്തിലെ ആടിൽ നിന്നാണ് താന് ഒരു വഴിപാട് കൊണ്ട്. ഉയരത്തിലെ വ്യവസ്ഥ പ്രകാരം യാഗം കഴിച്ചവനെ നിലത്തെ വ്യവസ്ഥ പ്രകാരം ജീവിച്ചവൻ കൊന്നുകളയും. ഇന്ന് സഭയെ ഒന്ന് ശ്രദ്ധിച്ചേ. ഉഴപ്പി ജീവിക്കുന്നവൻ, രാഷ്ട്രീയം കളിക്കുന്നവൻ, പുകവലിക്കുന്നവൻ, കള്ളു കുടിക്കുന്നവനൊക്കെ സഭയ്ക്കകത്ത് കയറി. ഒറിജിനലായിട്ട് വിശുദ്ധിക്കും വേർപാടും നിൽക്കുന്നവർക്ക് എതിരായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് തിരിക്കുക. കയ്യിന്റെ വഴിയും സഭയ്ക്കകത്ത് കയറിയിരുന്നു. എന്താ സംഭവിക്കുന്നത്? എനിക്ക് ഒത്തിരി കാര്യം വിവരിക്കണം. ആമേൻ. ഞാന് ചുരുക്കുക. ഇവിടെ കയ്യിൻ ഒരു മനുഷ്യപ്രജ, ഒരു പുരുഷപ്രജ, അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ഒരു പുരുഷപ്രജ. എന്നാൽ കയ്യിൻ പുരുഷപ്രജയായി നിന്ന് തന്റെ ജഡത്തിലെ പുരുഷത്വം കൊണ്ട് ആത്മീയ റൂട്ടിനെതിരെ അന്നും ഇന്നും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കയ്യിന്റെ ആത്മാവ്. ഇന്നും കയ്യിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ കയ്യും കുഴിക്കാത്തിന്ന് ഒന്നല്ല, കയ്യിന്റെ സ്വഭാവം ഇന്നും ദൈവസഭയ്ക്കകത്തുണ്ട്. സ്വത്രം കയ്യിന്റെ വഴി പുതിയ നിയമസഭയ്ക്കകത്ത് കയറി നിൽക്കും. എങ്ങനെ 5 അപ്പോയിന്റ്മെന്റ് ശുശ്രൂഷ വെളിപ്പെടും? ഈ 3 എണ്ണത്തെയും വെട്ടിയിറക്കാതെ സഭ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവത്തിലേക്ക് വരത്തില്ല. എന്ന് വെച്ചാൽ ഈ 3 പേരും നിൽക്കുന്നത്, ഈ 3 സ്വഭാവം നിൽക്കുന്നത് സഭയ്ക്കകത്ത് രക്ഷിക്കപ്പെട്ടവരുടെ മേലെ. BJP-ക്കാരല്ല പ്രശ്നം, RSS-കാരല്ല പ്രശ്നം, കമ്മ്യൂണിസ്റ്റുകാർ കാരണമല്ല സഭ വളരാത്തത്, കോൺഗ്രസ്സുകാർ കാരണമല്ല സഭ വളരാത്തത്, കൂടപത്രം കാരണമല്ല സഭ വളരാത്തത്. അകത്ത് കയ്യിന്റെ വഴി ബിലയാമിനെ പോലെ കൂലി കൊതിച്ച വഞ്ചനയുടെ സ്വഭാവമുള്ളവരും കോരഹിനെ പോലെ മത്സരിക്കുന്ന ആത്മാവും നിൽക്കുമ്പോൾ എങ്ങനെ 5 അപ്പോയിന്റ്മെന്റ് ശുശ്രൂഷ വെളിപ്പെടും? ഈ ദിവസങ്ങളിൽ ഉണർന്ന് പ്രാർത്ഥിക്കണം. സഭയ്ക്കകത്ത് കയറിയിരിക്കുന്ന ഈ ദുരാത്മ വ്യാപാരങ്ങളെ ജനത്തിന്റെ ഇടയിൽ നിന്നും ഉപദേശിമാരുടെ നിന്നും ദൈവം നീക്കം ചെയ്യേണ്ടതിന്, ഒരു മാനസാന്തരം ഉണ്ടാകേണ്ടതിന് ജനം കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. കയ്യിന്റെ വഴി ഞങ്ങളിൽ നിന്ന് വെട്ടി മാറ്റണം. ഇന്ന് രാത്രിയിൽ, ഇന്ന് ഈ സമയത്ത് ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുമ്പോൾ ദേഹിയിൽ കയ്യിന്റെ സ്വഭാവം വെച്ചുകൊണ്ട്, ദേഹിയിൽ പണത്തിന്റെ ചിന്ത വെച്ച് ബിലയാമിനെ പോലെ നിൽക്കുന്നവര്, ശുശ്രൂഷിക്കുന്നവരെ, പണം എന്തെല്ലാം ചെയ്താലും പണം. ഒരു ദൈവദാസൻ പറയുന്ന ഒരു സംഭവം ഞാനിങ്ങനെ കേട്ടു. ഉപദേശിമാരെ കുറിച്ച് ഒരു ദൈവദാസൻ, ഞാനും ഒരു കർത്തൃദാസൻ, ഇതുണ്ടെങ്കിൽ കുത്തുകൊണ്ടാ മതി, ഇല്ലെങ്കിൽ കുത്തുകൊള്ളണ്ട. സ്തോത്രം. പണ്ടൊരു കപ്പലിൽ ഒരു യാത്ര പോയി. ഇങ്ങനെ യാത്ര പോയി ടൂറിന് പോയപ്പോ ഉപദേശിയും വിശ്വാസികളും കൂടെ ആ കപ്പലിൽ പോകണം. അപ്പൊ കപ്പലിന് നടുക്കയത്തെത്തിയപ്പോൾ, കടലിലെത്തിയപ്പോൾ ഒരു ഓട്ട വീണു. കപ്പലിൽ ഒരു അപകട സാധ്യത, വെള്ളം കയറാൻ തുടങ്ങി. മുങ്ങുവെന്ന് കണ്ടപ്പോൾ അത് പരിഹരിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അവസാനം മുങ്ങുവെന്ന് കണ്ടപ്പം ക്യാപ്റ്റൻ വിളിച്ചു പറഞ്ഞു, നമ്മളേതൊക്കെയാണ് രക്ഷപ്പെടത്തില്ല. അന്തിമ അഭിലാഷം എന്താന്ന് വെച്ചാൽ നിങ്ങളത് ചെയ്തോളാൻ പറഞ്ഞു എല്ലാവരും. ഉടനെ ഉപദേശി പറഞ്ഞു, പാട്ട് പാടി സ്തോത്രകാഴ്ച എടുക്കാം. കപ്പൽ മുങ്ങിച്ചാകാൻ പോകുമ്പോഴും സ്തോത്രകാഴ്ച എടുക്കാനാണ് ഒരുങ്ങുന്നത്. ഇന്നും എല്ലായിടത്തും പൈസയുടെ വിഷയ പ്രസംഗിക്കുന്നത്. അത് ചെയ്യണം, ഇത് ചെയ്യണം. സഭ ഇത്രയും ആത്മീയമായി അധപ്പതിച്ചിട്ടും ഒരു വേദനയും ആർക്കും. കൃപാവരങ്ങൾ പടിയിറങ്ങി, വിശുദ്ധി നഷ്ടപ്പെട്ടു, ജഡത്തിൽ നയിക്കുന്ന ഒരു കൂട്ടം തലമുറ സഭയെ താറുമാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഹൃദയവേദനയോടെ പറയാം, നമുക്ക് ഈ സമയത്ത് പണമല്ല വേണ്ടത്, നമുക്ക് ഈ സമയത്തെ മടങ്ങി വരവാണ് വേണ്ടത്, മാനസാന്തരമാണ് വേണ്ടത്, സത്യവചനമാണ് വേണ്ടത്. ഞാൻ എൻ്റെ ഹൃദയവേദനയോടെ
ഈ കാര്യം ഒരു ജഡത്തിൽ നിന്നല്ല പറയുന്നത്. ഞാൻ എന്റെ കണ്ണുകൾ നിറഞ്ഞ് ഹൃദയ നൊമ്പരത്തോടെ പറയാം, നമുക്ക് കർത്താവിലേക്ക് ഒരു മടങ്ങി വരമാണ് വേണ്ടത്. കരയാൻ ആര് തയ്യാറാകും? പണ്ടത്തെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് മടക്കി തരണമേ. തെക്കേ നാട്ടിലെ തോടുകളെ പോലെ നീ ഞങ്ങളെ മടക്കി വരുത്തണമേ. ഞങ്ങൾ മടങ്ങി വരേണ്ടതിനെ നീ ഞങ്ങളെ മടക്കി വരുത്തണമെന്ന് കരയാൻ ഇന്ന് രാത്രിയിൽ, ഇന്ന് ഈ സമയത്ത് ഈ ദൂത് കേൾക്കുമ്പോൾ ആര് തയ്യാറാകും? കണ്ണുനീരോടെ നമുക്ക് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാം. കർത്താവേ, ഞാൻ ഈ 5 അപ്പോയിന്റ്മെന്റ് ശുശ്രൂഷകൾ യഥാർത്ഥമായി ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന ആ സ്വഭാവങ്ങളുള്ളവരെ ദൈവം ഈ ദിവസങ്ങളിൽ അവർക്ക് മാനസാന്തരം കൊടുക്കണമേ. മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്തവരെ നീക്കം ചെയ്യണമെന്ന് കർശനമായി പ്രാർത്ഥിക്കാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരുക്കമുള്ളവരാകണം. സഭ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവത്തിലേക്ക് മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. മനസ്സിലായവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ. ഞാന് വൺ സൈഡ് പ്രസംഗിക്കുന്ന ഉപദേശിയാൻ കള്ളപ്രവാചകന്മാർക്കെതിരെ മാത്രം പറയുമ്പോൾ ഒറിജിനൽ ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്ന ആളല്ല. കള്ള അപ്പോസ്തലന്മാരുള്ളത് കൊണ്ട്, നല്ല അപ്പോസ്തലന്മാരുള്ളത് കൊണ്ടാണ്. കള്ളപ്രവാചകന്മാരുള്ളത് നല്ല പ്രവാചകനുള്ളത് കൊണ്ടാണ്. കള്ള ഇടയന്മാരുള്ളത് നല്ല ഇടയൻ ദൈവം ആക്കി വെച്ചത് കൊണ്ടാണ്. കള്ള ഉപദേഷ്ടക്കാന്മാരുള്ളത് നല്ല ഉപദേഷ്ടക്കാന്മാരുള്ളത് കൊണ്ടാണ്. പക്ഷെ ഇന്ന് കൂടുതലും കള്ളമാണ് നടക്കുന്നത്. വളരെ വിരലിലെണ്ണുന്ന ഒരു ശതമാനം മാത്രം നല്ല നിൽക്കുമ്പോൾ അവർക്കും അത് പൂർത്തീകരണമായി ചെയ്യാൻ കഴിയുന്നില്ല. എവിടെയൊക്കെയോ ഇതിനെല്ലാം ഒരു പരിമിതി വെച്ചിരിക്കുന്നത്. ഈ 3 പേരുടെ രീതി സഭയ്ക്കകത്ത് നിൽക്കുക. ഒന്ന് കൈയിന്റെ വഴി. ഇനി ഞാൻ അല്പം വേഗത്തിൽ സഞ്ചരിക്കാം, കാര്യം പറയണമല്ലോ. പുതിയ നിയമസഭയുടെ വഴി ദേഹം എന്ന തിരശീല ചീന്തി പ്രതിഷ്ഠിച്ച, ശരീരത്തുകൂടെ പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി. ഇനി ഞാൻ അല്പം സുവിശേഷം കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കും. ചിലരുടെ ഉള്ളം അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയെങ്കിലും ഒരു നിയോഗത്തിൽ പഠിക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നതുകൊണ്ട് പറയാം. ഈ ജീവനുള്ള പുതുവഴി ആര് കയറും? ജീവനുള്ള പുതുവഴി എന്ന് പറയുമ്പോൾ ആ വഴിയെ കയറാൻ ഒറ്റ മാർഗമുള്ളൂ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, കണ്ടാലും സകലതും പുതുതാക്കപ്പെട്ടിരിക്കുന്നു. ജീവനുള്ള പുതുവഴിയെ കയറാൻ ഒറ്റ മാർഗമുള്ളൂ, പുതിയ സൃഷ്ടിയാകുക. ക്രിസ്തുവിലായവർ പുതിയ സൃഷ്ടിയായാൽ മാത്രമേ ജീവനുള്ള പുതുവഴി കയറാൻ പറ്റത്തുള്ളൂ. ഇനി ജീവനുള്ള പുതുവഴി കയറിയാൽ അതിൽ സഞ്ചരിക്കാൻ ഒരു മാർഗം ദൈവം വെച്ചിട്ടുണ്ട്, ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. അത് റോമർ 6 പറയുകയാണ്. അവൻ ജീവനുള്ള പുതുവഴിയിൽ പുതിയ സൃഷ്ടിയായി കയറിക്കഴിഞ്ഞാൽ അവൻ ആ വഴിയെ സഞ്ചരിക്കേണ്ടത് ക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേറ്റ്, ക്രിസ്തുവിനെ ധരിച്ച്, ക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തോട് ഏകീഭവിച്ചു കഴിഞ്ഞാൽ ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. അപ്പൊ ജീവനുള്ള പുതുവഴി ദേഹം എന്ന തിരശ്ശീലയിൽ കൂടെ നമുക്ക് തുറന്നു. അതിലേക്ക് പ്രവേശിക്കുന്നത് പുതിയ സൃഷ്ടിക്ക് മാത്രമേ ഉള്ളൂ. അടുത്തത് ആ പുതിയ സൃഷ്ടി നടക്കേണ്ടുന്ന വഴി റോമാലേഖനം 6 പറയുകയാണ്. സ്തോത്രം, ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. എന്നുവരെ? മരണം വരെയും കാഹളം ധ്വനിക്കണം വരെയും ഈ വഴി സഞ്ചരിക്കേണ്ടത് കൈന്റെ സ്വഭാവത്തിലല്ല, ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. ജീവന്റെ പുതുക്കത്തിൽ എങ്കിൽ മാത്രമേ പുതിയ തുണി വിശുദ്ധീകരിച്ച് രക്തത്തിൽ പുതിമ ധരിച്ചുകൊണ്ട് പുതിയ വീഞ്ഞിന്റെ അനുഭവം അനുഭവിച്ച് പുതിയ യെരൂശലേമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ വഴി സഞ്ചരിച്ചേ പറ്റൂ. കൈയിന്റെ സ്വഭാവമുള്ളവർക്ക് ഒരിക്കലും പുതിയ യെരൂശലേമിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഇനി സഭയ്ക്കകത്ത് തന്നെ 2ആയി തിരിച്ചാണ് കർത്താവ് ഇവരെ നിർത്തിയിരിക്കുന്നത്. ഒത്തിരി പേരകത്ത് കയറി എന്ന് പറഞ്ഞ എല്ലാവരും സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞിരിക്കരുത്. ആടുകളെയും തൊഴുത്തിനെയും സഭയോട് ഉപമിച്ചുകൊണ്ട് പറയുമ്പോൾ അതിനെ വിഭജിച്ച് തന്നെയാ കർത്താവ് പറഞ്ഞു. എല്ലാവരും സ്വർഗത്തിൽ പോകത്തില്ല. സഭയെ വന്നു 1988 ഞാൻ രക്ഷിക്കപ്പെട്ടു. 1989 ഞാൻ സ്നാനപ്പെട്ടു. ആ വർഷം ഞാൻ അഭിഷേകം പ്രാപിച്ചു എന്നൊന്നും പറഞ്ഞാൽ ആ ഡേറ്റ് വെച്ചൊന്നും സ്വർഗത്തിൽ കയറ്റുമെന്ന് ആരും വിചാരിക്കരുത്. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഡേറ്റാ ഞാൻ പറഞ്ഞു. 1988 ഞാൻ രക്ഷിക്കപ്പെട്ടു. 1989 കൃപയാൽ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ സ്നാനപ്പെട്ടു. 1989 തന്നെ പരിശുദ്ധാത്മാഭിഷേകവും പ്രാപിച്ചു. അതുകൊണ്ട് സ്വർഗത്തിൽ കയറണമെന്നൊന്നുമില്ല. ആ ഡേറ്റും പറഞ്ഞുകൊണ്ട് ആരും ഇരിക്കണ്ട. അതൊക്കെ നമ്മുടെ തോന്നലാണ്. രക്ഷയുടെ പൂർത്തീകരണം അതൊക്കെ ഇവിടെ പഠിപ്പിക്കണമെങ്കിൽ ഒന്ന് ഓടിച്ചു വിടാൻ അറിയാമെങ്കിലും ഒന്നും കൂടെ ഉണർത്താം, പിന്നെയും ഓർപ്പിക്കണം എന്നാണല്ലോ.
ഒന്ന് സൗജന്യ നീതീകരണം, രണ്ട് വില കൊടുത്ത് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം, വചനത്താലും പരിശുദ്ധാത്മാവിനും നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം. മൂന്ന് സൗജന്യമായി വിശുദ്ധീകരിക്കപ്പെട്ട് ജീവിക്കുന്നവർക്ക് തേജസ്കരണം ഉണ്ടാകും. അപ്പോൾ നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം, ഈ മൂന്ന് ഘട്ടം. അതാണ് രക്ഷയുടെ മൂന്ന് കാലം എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഒന്ന് രക്ഷിക്കപ്പെട്ടു, രണ്ട് രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, മൂന്ന് രക്ഷിക്കപ്പെട്ടു. ഈ മൂന്ന് കാലം എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളെയാണ്. സൗജന്യ നീതീകരണം, നീതീകരണത്തിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നീതീകരണത്തിനുള്ള ശേഷിയൊന്നും ഒരാളിലുമില്ല. ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും തമ്മിൽ നീതീകരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല, പാപനിമിത്തം ഉറക്കെ വിളിച്ചു പറയുമ്പോൾ, ആമേൻ, പാപം നിമിത്തം നീതിമാന്മാരെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കി നീതി മനുഷ്യരില്ലാതിരിക്കുമ്പോൾ, നീതിമാനായി ഒരുവൻ ഇറങ്ങി വന്നിട്ട് ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് തന്റെ നീതിയാൽ നാം നീതിമാന്മാരായി തീരുന്നു. ക്രൂശിൽ ചുവട്ടിൽ വന്നിട്ട് ഞാൻ പാപിയാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ദൈവനെ മരിച്ചവിടുന്ന് ഉയർപ്പിച്ചെന്ന് നീതിക്കായി ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നാം രക്ഷിക്കപ്പെടും. അവിടെ ഒരു സൗജന്യ ക്രമീകരണം നടക്കുന്നു. പുത്രന്റെ രക്തത്താൽ അവൻ ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുന്നവനെ നീതീകരണം നടക്കുന്നു. നീതീകരണം സൗജന്യമാണ്. ആർക്കും സ്വന്തമായി നീതീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ പുത്രന്റെ രക്തം കൊണ്ട് വിശ്വസിക്കുന്നവരെ, ഏറ്റുപറയുന്നവരെ അവൻ സ്വർഗത്തിൽ നിന്ന് നീതീകരിക്കുന്നു. അത് സൗജന്യമായി നാം പ്രാപിക്കുന്നു. സൗജന്യമായ നീതീകരണം പ്രാപിച്ച ഡേറ്റാണ് നാം പറയുന്ന 1988 നവംബർ 6-ാം തീയതി എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അടുത്തത് വിശുദ്ധീകരണം എന്ന് പറയുന്ന പ്രധാന സംഗതിയാണ്. അത് വചനവും പരിശുദ്ധാത്മാവും നമ്മൾ ഇടുമ്പോൾ നാം സ്വയം നടപ്പിലാക്കേണ്ടതാണ്. വിശുദ്ധൻ ഇനി തന്നെ വിശുദ്ധീകരിക്കുക എന്നുള്ളത് എന്നെ വിശുദ്ധീകരിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുള്ളതാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 2 കൊരിന്ത്യർ 7:1 പറയുന്നു, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ ജഡത്തിലെ ആത്മാവിലെ സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. നാം തന്നെ നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം. പഴയ നിയമത്തിൽ യോശുവയുടെ പുസ്തകത്തിലും ഇതേ ഒരു പ്രയോഗമുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, നാളെ യഹോവ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നു, വിശുദ്ധൻ ഇനി തന്നെ വിശുദ്ധീകരിക്കട്ടെ. തന്നെത്താൻ വിശുദ്ധീകരിക്കണം. നീതീകരണം സൗജന്യം പ്രാപിച്ചവൻ വിശുദ്ധീകരണം തന്നെത്താൻ പരിശുദ്ധാത്മാവിനാലും വചനത്താലും നടത്തുമ്പോൾ അവൻ വിശുദ്ധീകരണത്തിൽ മരിക്കുകയോ ക്രിസ്തുവിൽ വിശുദ്ധിയിൽ ജീവിച്ചിരിക്കുകയോ ചെയ്യുമ്പോൾ, കാഹളം ധ്വനിക്കുന്ന നിമിഷത്തിൽ വിശുദ്ധിയിൽ മരിച്ചവൻ, ക്രിസ്തുവിൽ മരിച്ചവൻ മുൻപേ ഉയർത്തെഴുന്നേൽക്കുന്ന 1-ാം പുനരുത്ഥാനത്തിൽ സൗജന്യമായവൻ തേജസ്കരണം പ്രാപിക്കുന്നു. ആമേൻ, സ്തോത്രം. ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരത്താൽ തേജസ് ധരിച്ചുകൊണ്ട് അവനെ എതിരേൽപ്പാൻ ആകാശമേങ്ങൾ എടുക്കപ്പെടുന്നു. ഇത് പ്രാപിച്ച് ജീവന്റെ പുതുക്കത്തിൽ സഞ്ചരിച്ച് പുതിയ യെരൂശലേമിലേക്കുള്ള വഴിയാണ്. പക്ഷെ പുതിയ യെരൂശലേമിൽ നമ്മെ എത്തിക്കാതിരിക്കാൻ കൈയിന്റെ വഴി സഭയ്ക്കകത്ത് കയറി നിൽക്കുന്നു. ദൃശ്യ സഭയ്ക്കകത്ത് കൈയിന്റെ വഴി. ആരെങ്കിലും കൈയിന്റെ സ്വഭാവമുള്ളവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് പറയണം, എന്റെ ആകാത്ത സ്വഭാവത്തെ, ആകാത്ത വഴിയെ ഇന്ന് രാത്രി ഞാൻ വലിച്ചെറിയുകയാണ്. ദൈവത്തിന്റെ വഴിയിൽ ഞാൻ നടക്കും, ആത്മാവിന്റെ വഴിയിൽ ഞാൻ നടക്കും, പരിശുദ്ധാത്മാവിന്റെ വഴിയിൽ നടക്കും, ആത്മാവിനെ അനുസരിച്ച് നടക്കും, വചനം അനുസരിച്ച് നാം നടക്കും എന്ന് തീരുമാനമെടുക്കണം. എനിക്ക് കൈയിന്റെ സ്വഭാവം വേണ്ട, കൈയിന്റെ വഴി വേണ്ട. കൈയിനെ കുറിച്ച് ഇനി ഒത്തിരി കാര്യം വിവരിക്കാനുണ്ട്, ഞാൻ അവിടെ വിടുന്നു, സമയത്തിന്റെ പരിധി. ഇനി രണ്ടാമത് ബിലയാമ. എന്നോട് രാത്രി കർത്താവിന്റെ ഉള്ളിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ബിലയാമിനെ നീ പുതിയ നിയമസഭയിൽ കണ്ടില്ലേ? ഞാൻ പുതിയ നിയമത്തിൽ ബിലയാമിനെ കണ്ടില്ലേ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. കർത്താവിന്റെ ആത്മാവിനോട് സംസാരിച്ചത് ഇങ്ങനെയാണ്, എന്റെ 12 ശിഷ്യന്മാരിൽ ഒരുത്തൻ ബിലയാമിന്റെ സ്വഭാവമുള്ളവനായി, യൂദ. സ്വോത്രം. എന്തായി? ബിലയാമിന്റെ സ്വഭാവം ഉള്ളിൽ വെച്ച യൂദയുടെ അവസാനം എന്തായി? മാക്സിമം യൂദായെ കർത്താവ് അവസാന നിമിഷവും കൂടെ നിർത്തി. എനിക്ക് ഏറ്റവും ഇതൊരു വിഷയമുണ്ട്, എന്നെ ഞെട്ടിപ്പിച്ചു. 12 പേരെ ഒരു രാത്രി മുഴുവൻ കുത്തിയിരുന്ന് ഓൾനൈറ്റ് ഒറ്റയ്ക്കിരുന്ന് മലയുടെ ചുവരിലിരുന്ന് പ്രാർത്ഥിച്ച് അപ്പോസ്തലത്വം കൊടുക്കുമ്പോൾ, നിങ്ങൾ ലൂക്കോസ് വീട്ടിൽ പോയി 6:12 മുതൽ വായിക്കുമ്പോൾ, യൂദാ ഇസ്കരിയോത്ത് യൂദായും അപ്പോസ്തോലിക സ്ഥാനത്ത് പേർ വിളിക്കപ്പെട്ടു. തിരഞ്ഞെടുക്കപ്പെട്ട 12 അപ്പോസ്തലന്മാരിൽ യൂദായും ഉണ്ടായിരുന്നെന്ന് ലൂക്കോസ് 6:12 വ്യക്തമാണ്.
അവന്റെ പേരും ആ 12 പേരുടെ കൂട്ടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി നോട്ട് ചെയ്തിട്ട് വായിച്ചു. അറിയാവുന്നവരുണ്ടെങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നത്. എല്ലാവരും അറിയാൻ വയ്യാത്തവരല്ല എന്നല്ല പറഞ്ഞാൽ അറിയാവുന്നവരുണ്ട്. ലൂക്കോസ് 6:12 മുതൽ വായിക്കുമ്പോൾ അവിടെ വ്യക്തമാണ്. ഒരു രാത്രി മുഴുവൻ കർത്താവ് ദൈവത്തോടുള്ള പ്രാർത്ഥന കഴിച്ചിട്ട് തിരഞ്ഞെടുത്ത 12 പേരിൽ യൂദായും ഉണ്ട്. പക്ഷേ തിരഞ്ഞെടുപ്പ് കൃത്യമാണെങ്കിലും ഇവന്റെ മേൽ വന്ന ആത്മാവ് ബിലയാമിന്റെ വഞ്ചനയുടെ ആത്മാവായി. എന്ത് സംഭവിച്ചു? കർത്താവിനോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. കർത്താവേ, ബിലയാമിന്റെ ആത്മാവ് യൂദായുടെ മേൽ കയറിയിട്ട് എന്താണ്? നീ അവനെ പുറത്താക്കാൻ. കർത്താവ് പറഞ്ഞു, അവനെ പുറത്താക്കണ്ട, അവർ തന്നെ തീർന്നോളും. എന്നോട് കർത്താവ് സംസാരിച്ച കാര്യം തന്നെ തീർന്നോളും. അതെങ്ങനെയാ? അവന് യൂദായുടെ സ്വഭാവം, അവൻ പണസഞ്ചിക്കാത്ത കൈവിട്ട് എടുത്തോണ്ടിരുന്നു. അവനോർത്ത കർത്താവ് അറിയുന്നില്ലെന്നാ ഈ എടുക്കുന്ന മുഴുവൻ. നമ്മൾ ഓർക്കുന്ന കർത്താവ് അറിയുന്നില്ല നമ്മൾ ചെയ്യുന്ന മുഴുവൻ. പക്ഷെ കർത്താവ് എല്ലാം അറിയുന്നുണ്ടായിരുന്നു. അതിനാ ഈ കൈയിട്ട് പണമെടുത്ത അതേ കൈ ഒരു ദിവസം കർത്താവിനോടുകൂടെ താലത്തിൽ മുക്കും. അന്ന് നിന്റെ പ്രാണൻ നീ തന്നെ എടുക്കേണ്ടവൻ. ഞാൻ എന്നോട് കർത്താവ് പറഞ്ഞൊരു പ്രവചനവും പറയാം. 2025 കർത്താവിന്റെ പണം മോഷ്ടിക്കുന്ന ഉപദേശിമാരുടെ വീടുകളിൽ ആത്മഹത്യ നടക്കേണ്ടി വരും. ആത്മഹത്യ നടക്കും. 2024 എൻഡിൽ പ്രാർത്ഥന റൂമിൽ ദൈവം എന്നോട് സംസാരിച്ചൊരു കാര്യമാണ്. സുവിശേഷത്തിന് കൊടുത്ത പൈസ സ്വന്തം അക്കൗണ്ടിലിട്ട് സ്വന്തം വീട് പണിത് സ്വന്തം കാറും സാമ്രാജ്യവും കെട്ടിപ്പടുക്കുന്ന ഉപദേശിമാരുടെ വീട്ടിൽ ആത്മഹത്യ നടക്കുമെന്ന് 2024 ജൂലൈ മാസത്തിൽ കർത്താവ് എന്നോട് സംസാരിച്ചു. ഡിസംബറിലും അതേ കാര്യം എന്നോട് സംസാരിച്ചു കർത്താവ്. ഇപ്പൊ തന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കേട്ട വാർത്ത, ഈ 2025 ആരംഭിച്ചു കഴിഞ്ഞ് 2 ഉപദേശിമാരുടെ വീട്ടിൽ ആത്മഹത്യ നടന്നു കഴിഞ്ഞു കേരളത്തിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവോർപ്പിച്ച് പ്രബോധിപ്പിക്കുക. ദൈവം നമുക്ക് തരുന്ന നന്മ നമുക്ക് കോടികൾ ഇട്ട് തലമുറയ്ക്ക് ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല. ദൈവരാജ്യത്തിന് വേണ്ടി ചിലവിടുവാനുള്ള പൈസ സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ നോക്കിയോ തലമുറകളെ ദൈവം സന്ദർശിക്കും. സുവിശേഷത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നാം വളരെ പരിജ്ഞാനത്തോടുകൂടെ നന്മ ഉപയോഗിച്ചില്ലെങ്കിൽ, ഇനി നന്മ ഉപയോഗിക്കുന്നവരോട് ഞാൻ പറയാം, വലിച്ചു വാരി ആർക്കും കൊടുക്കരുത്. പ്രാർത്ഥന റൂമിൽ വ്യക്തമായി അർഹരായവരുടെ കയ്യിലെത്താൻ ദൈവാത്മാവിൽ പ്രാർത്ഥിച്ചു മാത്രമേ നന്മ ചിലവിടവാളൂ. ഇല്ലെങ്കിൽ നിന്റെ വഴികൾ ദൈവം അടയ്ക്കും. ദൈവഹിതമില്ലാത്തവന്റെ കയ്യിൽ നിന്റെ നന്മ ചെന്നാൽ നിന്റെ വഴിയും കൂടെ ദൈവം അടയ്ക്കും. അതിന്റെ പരിണിത ഫലം നീ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു ദശാംശമോ നന്മയോ കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച ശേഷം പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്നവർക്ക് മാത്രമേ ആ പൈസ ദൈവരാജ്യത്തിന് ചിലവിടുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ കൊടുക്കൂ. ചിലർക്ക് പേര് കേട്ടാൽ മതി. ഇന്നാര് കൊടുത്തെന്ന് പേര് വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇത്തവണ കുമ്പനാട് കൺവെൻഷന് സൈഡിൽ പേരിങ്ങനെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇന്നാല് 1 ലക്ഷം രൂപ, ഇന്നാല് 2 ലക്ഷം രൂപ എന്ന് എഴുതി കാണിക്കുന്നു. പ്രതിഫലം കിട്ടിപ്പോയി. പൊങ്ങച്ചക്കാര് ദൈവം നിനക്ക് 0 മാർക്കാ തരുന്നത്. ദൈവത്തിന് കൊടുക്കേണ്ടത് പ്രാർത്ഥിച്ചിട്ട് ഹിതമുള്ളവർക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ. ദൈവത്തിന്റെ നന്മകൾ മോഷ്ടിച്ച് ധനസമ്പാദ്യം നടത്തുന്നവന്റെ കയ്യിൽ നിന്റെ പണം എത്തിയാൽ നിന്റെ തലമുറയുടെ വഴികൾ അടയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആകയാൽ നീ കൊടുക്കുന്ന ഒരു പൈസ എന്തിനു വേണ്ടി? പ്രാർത്ഥിച്ച് ദൈവനിയോഗപ്രകാരം കൃത്യമായി വിവേചിച്ചു മാത്രമേ കൊടുക്കാവുള്ളൂ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ബിലയാമിന്റെ ആത്മാവുള്ളവർക്ക് പൈസ പോയാൽ നിന്റെ വീട്ടിലും അപകടം വരുമെന്നുള്ള കാര്യം ഞാൻ ദൈവാത്മാവിൽ പറയുകയാണ്. ഇന്ന് ഉപദേശിമാരിൽ നല്ലൊരു ശതമാനം കൂലി കൊതിക്കുക. അതുകൊണ്ട് പണം മതി. സത്യസന്ധമായി ശുശ്രൂഷ സഭയിൽ വെളിപ്പെടുന്നു. ഈ ശുശ്രൂഷകൾ 5 അപ്പോയിന്റ്മെന്റഡ് ശുശ്രൂഷകളെ ഒതുക്കുന്നു. ഞാൻ വിവരിക്കുക. അതും മണിക്കൂറുകൾ പഠിപ്പിക്കേണ്ട വിഷയമാണ്. അതും ഞാൻ വിടുന്നു. 3ാമത്തെ വിഷയം തൊട്ടിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. 3, കോരഹിന്റെ മത്സരം നാശത്തിലേക്ക് പോകുന്നു. എന്താ മത്സരം? ഞാൻ കർത്താവിനോട് എന്റെ പ്രാർത്ഥന വിളിച്ചു, കർത്താവ് എന്താണ് ഈ കോരഹിന്റെ മത്സരം? അപ്പൊ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ തലപ്പത്തിരിക്കുന്നവർ വരെ മത്സരിക്കുന്നത് നീ കാണുന്നില്ലേ? ഞാൻ ചോദിച്ചു, കൊച്ചു കുഞ്ഞുങ്ങളോ? സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ മുതൽ മത്സരിക്കുന്നു. വാക്യം മത്സരിക്കാനുള്ളതല്ല, താലന്ത് മത്സരം നടത്താനുള്ളതല്ല. അതൊക്കെ സഭയിൽ നിന്ന് പടിയിറക്കേണ്ട സമയം കഴിഞ്ഞു. 2 പിള്ളേരെ കുറെ വാക്യം പഠിപ്പിച്ചിട്ട് മുന്നിൽ കൊണ്ട് നിർത്തി വാക്യം മത്സരിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് കൈയടിപ്പിക്കുമ്പോൾ തോറ്റുപോണ കുഞ്ഞ് അടുത്ത പ്രാവശ്യം ഈ കുട്ടിയെ തോപ്പിക്കാൻ ഒരു മത്സരിയായി മാറ്റും. ഒരു വാക്യം ഒരു കുറെ
അരച്ച് പറഞ്ഞാൽ അമ്മ ദേഷ്യപ്പെടുന്നു, അപ്പം വീട്ടിൽ ചെന്ന് ശാസിക്കുന്നു. വാക്യം മത്സരിക്കാനുള്ളതല്ല, വാക്യം ജീവിതത്തിൽ തലമുറയെ അനുസരിപ്പിക്കാനുള്ള. ബാല്യം മുതൽ പഥ്യവചനം കൊണ്ട് തലമുറയെ പഥ്യ ഉപദേശത്തിലും ബാലശിക്ഷയിലും പോറ്റി വളർത്തണം. ഞാൻ പണ്ട് പോയിട്ടുണ്ട് ജഡ്ജായിട്ട്, താലന്ത് പരിശോധനയ്ക്ക് ജഡ്ജായി പോകുന്നുണ്ട്. കർത്താവിനോട് ചോദ്യം ചോദിച്ചു, കുഞ്ഞെ താലന്തിന് ജഡ്ജായി നിന്നെ ഇരുത്തിയത് ആരാന്ന് ചോദിച്ചു. ഞാൻ ആരെയും ജഡ്ജായിട്ട് ഇരുത്തിയിട്ടില്ല. ഞാൻ താലന്ത് മത്സരിക്കാനല്ല തന്നിരിക്കുന്നത്, വ്യാപാരം ചെയ്യാനുള്ള. അതിന് ജഡ്ജി ഞാനാണ്. വ്യാപാരം ചെയ്തിട്ട് അതിന് കണക്ക് കൊടുക്കാൻ ചോദിക്കാൻ വരുന്നത് ഞാനാണ്. അന്ന് ഞാൻ കണക്ക് ചോദിക്കുന്നു. നിങ്ങളെ ആരെയും ജഡ്ജായിട്ട് ഇരുത്തിയിട്ടില്ല. പുതിയ ലോകത്തിന്റെ ടെക്നിക്കൽ സ്കൂളിൽ നടക്കുന്ന യൂസ് താലന്ത് പരിശോധന എന്ന പേരിൽ നമ്മുടെ പ്രസ്ഥാനങ്ങൾക്കകത്ത് കയറ്റി തലമുറയെ മത്സരിപ്പിക്കുക. ഈ വർഷം ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ അടുത്ത വർഷം സെക്കൻഡ് അടിച്ചവൻ ഒന്നാം സ്ഥാനത്തെ തോപ്പിക്കാൻ ബഹളം, പൂവിച്ച, തുള്ളൽ, ഇതെല്ലാം സഭയെ ആത്മീയമായി പരാജയത്തിന്. എന്തിയ കൃപാവരങ്ങൾ? പുതിയ നിയമസഭയിലെ കൃപാവരങ്ങൾ നിന്നുപോയില്ലല്ലോ. ബ്രദറുകാരോട് നാം വാശി കെട്ടി പറയുന്നുണ്ട്, കൃപാവരങ്ങൾ നിന്നുപോയില്ലെന്ന്. എവിടെ കൃപാവരങ്ങൾ? കൃപാവരങ്ങൾ പടിയിറങ്ങിയിട്ടും സഭയിൽ ആർക്കും ദുഃഖമില്ല. കള്ളത്തരങ്ങളുടെ പുറകെ ജനം പെടുകയാണ്. ഒറിജിനൽ കൃപാവരങ്ങൾ സഭയിൽ വെളിപ്പെടേണ്ടതാണ്. അത് നിന്ന് പോയിട്ടില്ല. ക്രിസ്തുവിന്റെ വരവ് വരെ കൃപാവരങ്ങൾ സഭയുടെ ആത്മീയ വർധന ഉതകേണ്ടതാണ്. പക്ഷെ സഭയിൽ മത്സരങ്ങളും വാശിയും, കുഞ്ഞുങ്ങളടക്കം വലിയവരടക്കം മത്സരിക്കുമ്പോൾ നഷ്ടപ്പെട്ട വരങ്ങളെ തിരികെ പ്രാപിക്കാൻ, വിശുദ്ധി തിരികെ കൊണ്ടുവരാൻ, വചനത്തിന്റെ ശുശ്രൂഷകളെ തിരിച്ചു കൊണ്ടുവരാൻ ആർക്കും ഒരു നൊമ്പരവും ഇല്ല. വാക്യ മത്സരം, പാട്ട് മത്സരം, പല മത്സരവും ലോകപ്രകാരം സഭയ്ക്കകത്ത് കയറ്റിക്കൊണ്ട് തലമുറകളെ കെട്ടഴിച്ചു വിടുമ്പോൾ, ഇന്ന് രാത്രിയിൽ, ഇന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളായിരിക്കുന്ന ഏത് സമയത്താണെന്ന് എനിക്കറിയത്തില്ല. ഈ സമയത്തെ നിങ്ങളോട് പരിശുദ്ധാത്മ പറയുന്നു, നമുക്കിതിന്നെല്ലാം മാറി നിന്നിട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, യഥാർത്ഥമായ ഒരു ആത്മാവിന്റെ ചലനം കൊണ്ടുപോകണം. കോരകിനെ പോലെ മത്സരിച്ച് തീരേണ്ടവരല്ല നാം. മത്സരം ആഭിചാര ദോഷം പോലെ സഭയ്ക്ക് തന്നെ, ദൃശ്യ സഭയ്ക്ക് ഫലിച്ചുകൊണ്ടിരിക്കും. ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒറ്റ കാര്യം കൂടെ നിരത്തി അവസാനിപ്പിക്കുന്നു. ഈ 3 പേരുടെ മരണം എങ്ങനെയാണ് നിങ്ങൾ ചിന്തിച്ചോ? ഈ 3 പേരുടെ മരണം, കയീന്റെ മരണം എന്തായിരുന്നു? വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല കയീന്റെ മരണം. കയീന്റെ മരണം പരിശുദ്ധാത്മാവിനൊന്ന് ധ്യാനിക്കണം. ദൈവം അവന്റെ പ്രാണനെ എടുക്കുകയാണ്. സ്തോത്രം. ദൈവം അവന്റെ പ്രാണനെ, മനുഷ്യരാരും അവന്റെ പ്രാണനെ എടുക്കരുതെന്ന് ദൈവം പ്രത്യേകം അടയാളം. എന്നിട്ട് ദൈവം പ്രഖ്യാപിച്ചു, കയീനെ കൊല്ലുന്നവനെ ഞാൻ 7 ഇരട്ടി പകരം ചെയ്യും. മനുഷ്യരാരും കൊല്ലണ്ട. കയീനെ ദൈവം നോട്ട് ചെയ്ത് വെച്ചു. കയീന്റെ മരണം വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. ഞങ്ങൾ ഇന്ന് വീട്ടിൽ ഇരുന്ന് പരിശോധിച്ചു. ഒരു എംബോസിഷൻ, ഒരു പഠനത്തിനൊരു വഴിയും കൊണ്ടിട്ട് കയീന്റെ മരണം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു ബെല്ലാത്ത മരണത്തിലേക്ക് കയീൻ പോയി. ഞാനത് വിവരിക്കുന്നില്ല. 2, ബിലയാമിന്റെ മരണം എങ്ങനെയായിരുന്നു? ബിലയാം ആഗ്രഹിച്ചു, ഭക്തൻ മരിക്കുന്ന പോലെ ഞാൻ മരിക്കട്ടെ. എങ്ങനെയായിരുന്നു? മരിച്ചില്ല. അങ്ങനെ വാളാൽ ഛേദിക്കപ്പെട്ടു. സ്തോത്രം. 3, കോരഹിന്റെ മരണം എങ്ങനെയായിരുന്നു? ഭൂമി വാ പിളർന്ന് വിഴുങ്ങിക്കട. രക്ഷിക്കപ്പെട്ടെന്ന് അകത്ത് കയറിയിട്ട് പറഞ്ഞിട്ട്, കണക്കും പറഞ്ഞിട്ട്, ഈ 3 സ്വഭാവം കയ്യിലിരിക്കുന്നെങ്കിൽ നിന്റെ മരണവും ഒരു ദുരന്തമായിരിക്കും. എന്നാൽ യഥാർത്ഥ ഭക്തന്മാരുടെ മരണം രക്തസാക്ഷി മരണമാണെങ്കിലും അവരാ മരണത്തെ വിളിക്കുന്നത്, ആ സമയത്തെ അവർക്കറിയാൻ പറ്റും. മര്യാദയ്ക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച് ജീവിക്കുന്നവന്റെ മരണനാഴിക പോലും ദൈവം അവനെ സൂചന കൊടുക്കും. യഥാർത്ഥ ഭക്തന്മാരെല്ലാം അങ്ങനെയാണ്. പൗലോസ് പറഞ്ഞു, എന്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു. സ്തോത്രം. ആ മരണത്തെ പൗലോസ് മരണമെന്ന് പോലും പറഞ്ഞില്ല. പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറയുകയാണ്, സ്തോത്രം, ഞാനൊരു പാനീയ യാഗമായി ഒഴിക്കപ്പെടാൻ പോകും. മരണത്തെ പൗലോസ് പറഞ്ഞത് ഒരു ഭക്തന്റെ ഭൂമിയിലെ അവസാനത്തെ യാഗമാകുന്ന നിമിഷമാണ് മരണം. അതുകൊണ്ടാണ് ആ മരണത്തെ യഹോവയ്ക്ക് വിലയേറിയതായി മാറും. നാട്ടുകാരുടെ മരണം പാപത്തിന്റെ ശമ്പളം എന്ന മരണമാകുമ്പോൾ നമ്മുടെ മരണം അങ്ങനെ ആകരുത്. കയീന്റെ മരണം പോലെ ആകരുത്. ബിലയാമിന്റെ മരണം പോലെ ആകരുത്. കോരഹിന്റെ മരണം പോലെ ആകരുത്. യഹോവയ്ക്ക് വിലയേറിയ ഒരു യാഗം പോലെയാണ്. പൗലോസ് പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചു. ആ കിരീട ധാരണം മരണാവസ്ഥയിൽ കൂടെ പ്രാപിച്ച് നിത്യജീവനിലേക്ക് കടക്കാൻ കർത്താവ് നാം ഈ 3 സ്വഭാവം ഉണ്ടാകാതിരിക്കാൻ ക്രിസ്തു അപ്പോസ്തലികത്വത്തിൽ, ക്രിസ്തു
പ്രവാചകൻ എന്ന സ്ഥാനത്തെ ക്രിസ്തു സുവിശേഷമായി, ക്രിസ്തു ഇടയനായി, ക്രിസ്തു ഉപദേഷ്ടാവായി. ആ ക്രിസ്തുവിലേക്ക് നോക്കാം. അവൻ അപ്പോസ്തലനായിരിക്കുമ്പോ തന്നെ ക്രൂശില മരണത്തോട് ഏൽപ്പിച്ചു കൊടുത്തു. പ്രവാചകനായിരിക്കുമ്പോ തന്നെ അവന്റെ പ്രവാചനം ക്രൂശി മരണത്തിലേക്ക് അവനെ കൃത്യമായി നയിച്ചു. കഴിഞ്ഞ ദിവസം ഒരു കർത്തൃദാസൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്രിസ്തു ക്രൂശിൽ നിന്ന് ഓടുകയല്ലായിരുന്നു, അവൻ ക്രൂശിലേക്ക് ഓടിക്കയറുകയായിരുന്നു. ക്രൂശ് സഹിക്കാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. സ്തോത്രം. ഈ സുവിശേഷം അത് കാൽവരിയിൽ തകർക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതാണ് സുവിശേഷം. അതാണ് സുവിശേഷകർ സ്വീകരിക്കേണ്ട സുവിശേഷം എന്ന് പറയുന്നത്. ഇടയൻ എന്ന് പറയുന്നത് തന്നെത്താൻ ജീവനെ കൊടുക്കാൻ, ഞാൻ നല്ല ഇടയനാകുന്നു, ആടുകൾക്ക് വേണ്ടി നല്ല ഇടയൻ ജീവനെ കൊടുക്കുന്നു. ഉപദേഷ്ടാവ് തന്റെ ജീവനെ കൊടുക്കാൻ തയ്യാറുള്ള. ഈ 5 അപ്പോയിന്റ്മെന്റ് ശുശ്രൂഷയും തന്നെത്താൻ ത്യജിച്ചവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരിൽ ഈ സ്വഭാവം ഉണ്ടാകരുത്. ദൈവമക്കളിൽ കൈയിന്റെ വഴി ഉണ്ടാകരുത്. ദൈവമക്കളിൽ ബിലയാമിന്റെ കൂലി കൊതിച്ചുള്ള സ്വഭാവം ഉണ്ടാകരുത്. ശുശ്രൂഷകരിലും ദൈവമക്കളിലും ശുശ്രൂഷകരിലും കോരഹിനെ പോലെ മത്സരം ഉണ്ടാകരുത്. മത്സരിക്കുന്ന സ്വൈവാലേക്കാൾ ചിലരെ ഇടയിൽ ഭയങ്കര മത്സരമാണ് ദൈവമക്കളുടെ. എനിക്ക് ആദ്യം ബൈബിൾ വായിക്കണം, എനിക്ക് ആദ്യം പ്രാർത്ഥിക്കണം, എനിക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടില്ല, എനിക്ക് അയാളുടെ മോളിൽ പ്രസംഗിക്കണം. ഇതൊക്കെ കോരഹിന്റെ സ്വഭാവമാണ്. ദൈവം തരുന്ന നിമിഷങ്ങൾ, ദൈവം ഒരുക്കുന്ന അവസരങ്ങൾ, അത് മതി. കൈയിന്റെ വഴി നമുക്ക് വേണ്ട, ബിലയാമിന്റെ കൂലി കൊതിച്ചുള്ള യാത്ര നമുക്ക് വേണ്ട, കോരഹിന്റെ മത്സരം നമുക്ക് വേണ്ട. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ. അതാണ് ക്രിസ്തു ക്രൂശിൽ കാണിച്ചു തന്ന മാതൃക. തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുക. ഏൽപ്പിച്ചു കൊടുത്തിട്ടെ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തിയവനെ എല്ലാ നാമത്തിനും മേലായ നാമം കൊടുത്തു ഉയർത്തിയ ദൈവം. ആ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മെ ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയ ഉയർച്ചയ്ക്ക് വേണ്ടി തന്നെത്താൻ താഴ്ത്തുകയാണ് വേണ്ടത്. കൃപയെ പ്രാപിക്കണമെങ്കിൽ താഴ്ചയാണ് വേണ്ടത്. അധികം താഴ്മയുള്ളവനെ അവൻ അധികം കൃപ കൊണ്ട് അലങ്കരിക്കും. ഇന്ന് രാത്രി സമാപന വാക്കായി ഞാൻ പറയട്ടെ, കോരഹിന്റെ ആത്മാവും ബിലയാമിന്റെ വഞ്ചനയും കൈയിന്റെ വഴിയിൽ കയറി നശിക്കരുത്. നമുക്ക് ഉണരാം. ഈ സ്വഭാവങ്ങളെ വെട്ടിയിറക്കിക്കൊണ്ട് നമുക്ക് 5 അപ്പോയിന്റ്മെന്റ് ശുശ്രൂഷയിൽ കൂടെ ക്രിസ്തു എന്ന തലയോടും വളരാം, ആത്മീയ വർധനവും പ്രാപിക്കാം. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ, പ്രായത്തിന്റെ സമ്പൂർണത, വിശ്വാസത്തിന്റെ ഐക്യത, ഇതൊക്കെ പ്രാപിച്ച് മുന്നേറുവാൻ ഒരു നല്ല മണവാട്ടി സഭയെ ചേർക്കാൻ, കറയും ചുളുക്കവും മാലിന്യവും വാട്ടവും ഇല്ലാത്ത ആ കാന്തയെ ചേർക്കാൻ യേശു മടങ്ങി വരാൻ പോകുകയാണ്. യേശു മടങ്ങി വരാൻ പോകുകയാണ്. ആ മടങ്ങി വരുവനായി നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം, ഏൽപ്പിക്കാം. കേട്ട വചനപ്രകാരം ജീവിക്കുവാൻ നമ്മളെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തലയുടെ ആജ്ഞ സ്വീകരിച്ച് ശരീരത്തിൽ സന്ധികളാലും ഞരമ്പുകളാലും തലയോട് ബന്ധിക്കപ്പെട്ടെ വളർച്ച പ്രാപിക്കാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് ഒന്നിച്ച് അതിന് ദൈവം ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. സമയം അനുവദിച്ച പ്രിയപ്പെട്ടവരോട് നന്ദി പറയുന്നു. ദൈവം സിയോനിൽ നിന്ന് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം.